ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഇസ്ലാമിക വിരോധികൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരവസരമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചും സൂക്ഷിച്ചും മാത്രമാണ് ഈ ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വഹാബി പുരോഹിതനായ റഫീഖ് സലഫി അവർ നരകത്തിലാണെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയിട്ടും ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതിരുന്നത്. ഇത് ഒരു വൈകാരികമായ വിഷയമാണ്. ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പറയാറുമില്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ബാലുശ്ശേരിക്കാരൻ മുജാഹിദ് അയാൾ പറയുന്നത് കേൾക്കൂ. എത്ര നിസ്സാരമായും ലാഘവത്തോടു കൂടിയുമാണ് അയാൾ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അവർ നരകത്തിലാണ് എന്നൊക്കെ പറയുന്നത്. അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ കുഫ്രിലാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞത് എന്റെ വകയായിരുന്നില്ല, മറിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2 ഹദീസുകൾ. ഈ നുണ പറയുന്നതിന്റെ ഒരു പ്രശ്നം, ഒരു വലിയ നുണ പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു ചെറിയ നുണ പറഞ്ഞാല് ആ കളവുകളെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചുകൊണ്ടിരുന്നാല് അയാൾ കളവ് പറഞ്ഞൊരു വഴിക്കാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ കളവ് പറഞ്ഞ് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനു മാത്രം വെറൈറ്റി ഓഫ് നുണകളുടെ വലിയ കൂമ്പാരം ഉണ്ടാവണം. അപ്പൊ ആവശ്യാനുസരണം ഓരോ നുണകൾ സൗകര്യപ്രദമായ സ്ഥലത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇസ്ലാം ഈ ഒരു പ്രശ്നവും ഈ ഒരു സൗകര്യവും കയ്യിലുള്ള മതമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം അത് അടിമുടി വ്യാജമാണ്. അടിമുടി വ്യാജമാണെന്ന് പറഞ്ഞാൽ പലയിടത്തുനിന്നായി ചൂണ്ടിയെടുത്ത ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മതം. അതിന്റെ ചേരുവകൾ എന്ന് പറയുന്നത് പലതിൽ നിന്നായിട്ട് ചുരണ്ടിയെടുത്തതും പിന്നെ സ്വയം തോന്നിയിട്ടുണ്ടാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളും, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ആ ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണ് എന്നുള്ള ഒരു വാദവും, ആ ദൈവം എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുള്ള അറിവിന്റെ നിറകുടമായ ഒരു വ്യക്തിയാണ് താൻ എന്നുമുള്ള ഒരു വ്യക്തിയുടെ അവകാശവാദങ്ങളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ കാലത്തും ഈ ഒരു അടിസ്ഥാന കളവിന്റെ മുകളിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് കളവല്ലാത്ത വേറൊന്നും കൊണ്ട് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ആള് സത്യം പറഞ്ഞാൽ അത്രയും ഡാമേജ് അതിന്റെ അടിത്തറയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രശ്നം. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യം ഇസ്ലാമിൽ ഉണ്ട് താനും. അതായത് തരാതരം എടുത്ത് ഉപയോഗിക്കാവുന്ന കളവുകളുടെ നീണ്ട കൂമ്പാരങ്ങൾ ഇസ്ലാമിൽ സുലഭമാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് മൂലഗ്രന്ഥം, അതാണ് ആധാരം, അടിയാധാരം എന്നിരിക്കെ അതിനെ വിശദീകരിക്കാൻ വേണ്ടി, അത് പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല, അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നബി വന്നത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി 23 കൊല്ലം അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതും രേഖപ്പെടുത്തി വെക്കപ്പെട്ടു എന്ന് പറയുന്നു. ഖുർആനും ഇവരുടെ കയ്യിൽ കൃതിയായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അതിൽ സംശയവും അതിൽ വേറെ അഭിപ്രായ വ്യത്യാസവും വരേണ്ട കാര്യമില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ, അതിന്റെ അർത്ഥം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നൂറുകണക്കിന് അഭിപ്രായങ്ങൾ, ഒരേ വിഷയത്തിൽ തന്നെ 5ഓ 10ഓ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, അത് അടിസ്ഥാന ആശയങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ള ആശയ ഭിന്നതയുള്ള കുറെ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും നേതാക്കന്മാരും അണികളും ഒക്കെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ്, ഒരു അവിയൽ പരുവമാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടിസ്ഥാനം കളവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഈ 2 കാര്യങ്ങളും കൂടി ചേർന്ന് വരുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ മുഹമ്മദ് നബി മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എല്ലാവരും നരകത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് സൽക്കർമ്മത്തിന് പ്രതിഫലം കിട്ടും. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. അപ്പം മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്കിടയിൽ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്, മുഹമ്മദ് നബിയുടെ വാപ്പിയും ഉമ്മയും അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ആ സാബി ഇൻസ്പയേഴ്സ് ഉണ്ടാക്കിയ ഒരു പണി, ആ ചങ്ങാതി ചെയ്തു കൊടുത്ത ഒരു പണിയിൽ ഇപ്പൊ ഹാരിസ് മദനിയും റഫീഖ് സലഫിയും കൂടെ കയറി കൊത്തി. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്, 2 വാദങ്ങൾ, 2 സാധ്യതകളാണുള്ളത് ഉള്ളത്. ഒന്ന്, ഇസ്ലാമിന്റെ ആശയങ്ങളും ഖുർആനും ഹദീസും മുഹമ്മദ് നബിയുടെ വചനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവർ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ അവർ സ്വർഗത്തിലെത്താൻ സാധ്യതയില്ല, അവർ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ള ആളാണ്, അതുകൊണ്ട് അവർ നരകത്തിലാണ് എന്ന് സാമാന്യനെ പറയാം. പിന്നെ അതൊക്കെ പഠിച്ചവന്റെ കയ്യിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് വേറെ പറഞ്ഞു വെക്കാം. അപ്പൊ ഈ 2 സാധ്യതകളെ മുൻനിർത്തിയിട്ട് പോകുമ്പോൾ ഇത് 2 പറഞ്ഞാലും ഇസ്ലാമിന് പുലിവാലാണ്, 2 പറഞ്ഞാലും പ്രശ്നമാണ്. അതെന്താണെന്നും അത് പറയാതിരിക്കാൻ ഇവരുടെ കയ്യിലുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്നും ഇവർ തന്നെ, ഇസ്ലാമിനകത്തുള്ള 2 കക്ഷികൾ തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുകയും അത് ഇസ്ലാമിന് പുറത്തു നിന്ന് ഇസ്ലാമിനോടെ തന്നെ സംശയത്തോടെ നോക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ ബാധിക്കുമെന്നും, വാസ്തവത്തിൽ ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ പറഞ്ഞ് പോരടിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് പോവാണ്. ഇസ്ലാമിനകത്ത് ഇതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റാത്ത, സംസാരിച്ചാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഖദർ ഖലാ വിശ്വാസം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ ഒരാൾ മുർത്തദാവുന്നതിന് അള്ളാഹിനെ കുറ്റം പറഞ്ഞാൽ പോരെ, മുർത്തദായ ആളെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ വലിയ പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഇത്രയും ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ മീൻസ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ, അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന് നിന്ന തോന്നുന്ന തരത്തിൽ
അള്ളാഹുവിന്റെ ഏറ്റവും കഴിവ് കുറഞ്ഞ അടിമകളെ ഇതുപോലെ ശിക്ഷിക്കുന്നതൊക്കെ എന്തിനാണ് എന്ന ചോദ്യമൊക്കെ വരും. അപ്പം നന്മ തിന്മകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, ആളുകളുടെ ഫ്രീ വില്ലിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുക അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യരുത്, ചർച്ച ചെയ്താൽ ഈമാൻ പോകും എന്നാണ്. അതുപോലെ തന്നെയാണ് റൂഹ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ മുഹമ്മദ് നബിയുടെ ജനനം, മുഹമ്മദ് നബിയുടെ പ്രായവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മാതാപിതാക്കളുടെ വിവാഹം, അവരുടെ മുഹമ്മദിന്റെ ഇസ്ലാമിന് മുൻപുള്ള കാലത്തെ ജീവിതം, അതുപോലെ തന്നെ മുഹമ്മദിന്റെ മരണാനന്തരമുള്ള ഒരു 10-20 കൊല്ലത്തെ ഇസ്ലാമിന്റെ ചരിത്രം, ഇതൊക്കെ ആളുകൾക്ക് സംസാരിക്കാൻ ഭയമുള്ളതും സംസാരിച്ചു കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പെടുന്നത് തന്നെയാണ് മുഹമ്മദ് നബിയുടെ വാപ്പിയമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന്. അപ്പൊ എന്തായാലും സാബി തുടങ്ങി വെച്ച ആ ഒരു തർക്കത്തിലേക്ക് ആദ്യം ചെന്ന് കയറിക്കൊടുത്തത് റഫീഖ് സലഫിയാണ്. റഫീഖ് സലഫി കയറി കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം അവിടെ സാബി ഇൻസ്പയേഴ്സ് ഇന്റർവ്യൂ ചെയ്ത മൂല്യർ പറയുന്നത് മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണ്, റളിയല്ലാഹു അവരുടെ പേര് കേൾക്കുമ്പോൾ സഹാബിമാരുടെ പേര് കേൾക്കുന്നതിന് സമാനമായ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അൻഹ ഒക്കെ ചൊല്ലണം എന്ന് ആണ് സുന്നികളുടെ വിശ്വാസമെന്നും, എന്നാൽ അവര് നരകത്തിലാണെന്നും അവര് മുശ്രിക്കുകളാണെന്നും അവര് എന്താ പറയാ അമുസ്ലിങ്ങളാണ് എന്നും വാദിക്കുന്ന ആളുകളുണ്ട്. അത് സാധാരണഗതിയിൽ സലഫികളാണ്, വഹാബികളാണ് എന്നൊക്കെ ആ ചങ്ങാതി പറഞ്ഞു. അപ്പൊ തന്നെ വഹാബികളെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് വഹാബി ഗോത്ര ചിന്ത തലപൊക്കി റഫീഖ് സലഫി വീഡിയോ ഒക്കെ ആയിട്ട് വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഹാരിസ് മദനിക്ക് അത് അങ്ങനെ വിട്ടാൽ പറ്റൂല, നബിന്റെ വാപ്പാനിമാനും നരകത്തിലേക്ക് വിടാൻ റഫീഖ് സലഫി ആരാണ് എന്നുള്ള ചോദ്യം. റഫീഖ് സലഫി പറഞ്ഞതൊക്കെ തെറ്റാണെന്നും റഫീഖ് സലഫിക്ക് അല്ലെങ്കിലും പണ്ടേ നബിനോടും നബിന്റെ കുടുംബത്തിനോടും കൃപയാണെന്നും അതേപോലെ തന്നെ നബിദിനം ആഘോഷിക്കുന്നത് ഉൾപ്പെടെയുള്ള നബിന്റെ പേരിൽ 4 സലാത്ത് എഴുതുന്നത് പോലും സലഫികൾക്ക് കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് റഫീഖ് സലഫി അല്ലെങ്കിൽ ഇവര് മുന്നോട്ട് വന്നു. അപ്പൊ ഈ ഒരു രംഗമാണ്, ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അവർ നരകത്തിലാണോ? ഈ വിഷയം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വഹാബി പുരോഹിതനായ റഫീഖ് സലഫി അവർ നരകത്തിലാണെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയിട്ടും ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതിരുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് ഇസ്ലാമിക വിരോധികൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരവസരമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചും സൂക്ഷിച്ചും മാത്രമാണ് ഈ ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ് ഹാരിസ് മദനിക്ക് ആലോചിച്ചോക്ക്. ഈ ഒരു വിഷയം, അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതാപിതാക്കൾ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഈ ഒരു വിഷയത്തിൽ അത് പരസ്യമായിട്ട് സംസാരിക്കുന്നത് വളരെ ഭയപ്പാടോടും പേടിച്ചും ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇത് കിട്ടിയാൽ ആകെ ആഘോഷം തുടങ്ങും എന്നാണ്. ആലോചിച്ച് നോക്കണം, അള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ് നബിയുടെ ഉമ്മയും വാപ്പയും അവർ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അവരുടെ പരലോക ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന കാര്യം സംസാരിച്ചാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പേടിച്ചും ഭയപ്പെട്ടും ആശങ്കയോടെയും കരുതലോടെയും ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ച് അതിനേക്കാളും വലിയൊരു ഇടങ്ങേറ് വേറെ എന്താ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കണം. ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കാര്യമാണല്ലോ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുക. എന്നെ സംബന്ധിച്ച് മുഹമ്മദ് നബിയുടെ വാപ്പ സ്വർഗത്തിലാണോ അല്ലെങ്കിൽ ഉമ്മ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നത് അപ്രസക്തമാണ്. ഇസ്ലാമിനെ വിലയിരുത്തുന്നത് അത് വെച്ചിട്ടല്ല. ഇനി ഇസ്ലാമിന്റെ തനി സ്വഭാവം അനുസരിച്ച് ആ പാവം പിടിച്ച മാതാവും പിതാവും നരകത്തിലാണെന്ന് പറയും. അതാണ് ഇസ്ലാമിന്റെ ഗുണം. മനസ്സിലായോ? ആ ഇസ്ലാമിന്റെ തനിക്കുണം അനുസരിച്ച് അവർ നരകത്തിലാണെന്ന് പറയാൻ ഒരു ലജ്ജയും ഉളുപ്പും ഇല്ലാത്ത ഒരു മാനവിക വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ അബ്ദുള്ളയും ആമിനയും ചെയ്ത മഹാപരാധം എന്തായിരിക്കും? കല്യാണം കഴിച്ചതോ? മുഹമ്മദ് എന്നൊരു കുഞ്ഞ് ജനിച്ചതോ? ആണോ? ഇവര് പറയുന്ന ഇവരുടെ മുഹമ്മദ് നബിയുടെ ഉമിനീര് അല്ലെങ്കിൽ പണ്ടെന്തോ മരണപ്പെട്ടു പോയ മുഹമ്മദ് നബിയുടെ പണ്ടെങ്ങോ കൊഴിഞ്ഞു പോയതോ വെട്ടിയെടുത്തതോ ആയിട്ടുള്ള തലമുടിയുടെ ഒരു 2 നാര് അത് എവിടുന്നൊക്കെയോ തലമറിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം കയ്യിൽ കിട്ടി എന്ന് പറയുന്നത് സത്യമാണെങ്കിലും കളവാണെങ്കിലും ആ മുടി മുക്കിയിട്ട് വെള്ളം കുടിച്ചാൽ അസുഖം മാറും എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകൾ, മുഹമ്മദ് നബിയുടെ വിയർപ്പ് ഔഷധമായിരുന്നു, സുഗന്ധമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ, മുഹമ്മദ് നബിയുടെ മൂത്രം കുടിച്ച പരിചാരികയുടെ കഥ ഹദീസിൽ എഴുതി വെച്ച് അവർക്ക് വയറുവേദന വന്നത് മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ നിന്ന് അവശിഷ്ടങ്ങളായിട്ട് പുറത്തു പോകുന്നത് പോലും മഹത്തരമായ ഔഷധമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഇവർ ആ മുഹമ്മദ് നബിയെ ഗർഭം ചുമന്ന് പ്രസവിച്ച് 6 വയസ്സ് വരെ വളർത്തിയ സ്വന്തം മാതാവ് നരകത്തിലായിരിക്കും എന്നും അവർ മുശ്രിക്കാണ് എന്നും പറയാൻ ഒരു ലജ്ജ ഉണ്ടാവില്ല. കാരണം ഇത് ആ മതത്തിന്റെ കോണമാണ്. അതാണ് യഥാർത്ഥ മതം, അതാണ് പ്യുവർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വഹാബികളൊക്കെ പറയുന്ന കലർപ്പില്ലാത്ത ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ച് ആ വാപ്പയും ഉമ്മയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നരകത്തിലായിരിക്കും. അത് അങ്ങനെ വരൂ. പക്ഷെ ഞാൻ പറയാറില്ലേ, ഈ തനി ഇസ്ലാം അല്ലാതെ ഇത് നേർപ്പിച്ച് ഇതിൽ കുറച്ച് സെന്റിമെന്റ്സും കുറച്ച് ബന്ധങ്ങളും കുറച്ച് മാനവികതയും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ
വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് മുത്തുനബിന്റെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് മാത്രമല്ല, ഇസ്ലാം മഹത്തരമായിട്ടുള്ള മാനവിക പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഈ ഒരു കുറവ്, ഈ പ്യുവർ ഇസ്ലാമിന്റെ ആ ഒരു കുറവ്, ആ ഒരു പ്രശ്നം മറച്ചു പിടിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ വാപ്പയും ഉമ്മയും സ്വർഗത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുറെ ന്യായീകരണങ്ങൾ ഹദീസുകളും ഖുർആൻ വചനങ്ങളും ഒക്കെ അവിടുന്ന് എടുത്ത് ഒപ്പിച്ചു വെക്കും. പക്ഷെ വഹാബികൾ സമ്മതിക്കുമോ? നമ്മുടെ നാട്ടിലെ സുന്നികൾക്കൊക്കെ അങ്ങനെ വലിയ കാര്യമാണ്. മുഹമ്മദ് നബിന്റെ കുടുംബത്തോട്, അഹ്ലു ബൈത്തിനോട് അല്ലെ, കണ്ടിട്ടില്ലേ തങ്ങന്മാരുടെ മക്കൾ 3 വയസ്സ്, ഒരു 8 വയസ്സോ 10 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണെങ്കിൽ പോലും തങ്ങൾ കുടുംബത്തിലാണെങ്കിൽ ആ കുട്ടിയുടെ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച വരെ കാണും. അതെന്താ? മുഹമ്മദ് നബിയുടെ കുടുംബത്തോടുള്ള ആ ഇഷ്ടമാണ്. മുഹമ്മദ് നബിയുടെ ഒരു 200-300 തലമുറ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് പോലും മുഹമ്മദ് നബിയുടെ കുടുംബം എന്ന രീതിയിൽ സ്നേഹം കാണിക്കുന്ന, ബഹുമാനം കാണിക്കുന്ന ആളുകൾക്ക് ആ മുഹമ്മദിനെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ കാര്യത്തിൽ അവരെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ശരാശരി സാധാരണ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ സലഫികൾ സമ്മതിക്കില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത് തുറന്ന് സംസാരിക്കാൻ വഹാബിക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ സുന്നികൾക്കും ഒരുപോലെ പേടി. കാരണം സുന്നികൾ എന്തെങ്കിലും പറയും, അപ്പൊ വഹാബികൾ മേലും കീഴും നോക്കാതെ പ്യുവർ ഇസ്ലാം പറഞ്ഞിട്ട് വരും. അപ്പൊ അത് ദീനിന് തന്നെ മൊത്തത്തിൽ കേടാണ്, സുന്നികൾക്ക് അതിനേക്കാളും വലിയ കേടാണ്. അപ്പൊ അതുകൊണ്ട് ഹാരിസ് മദനിക്ക് അന്ധഭയം ഇറുക്കട്ടും എന്നാണ് പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ലല്ലോ, എത്രയോ കാര്യങ്ങൾ സംസാരിക്കാൻ പേടിയുള്ള കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ 4 അഭിപ്രായങ്ങളുണ്ട്. അത് കൊള്ളാം. അതായത് നമ്മളിപ്പോ സംസാരിച്ച വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ 4 അഭിപ്രായമുണ്ട്. ഒരു കാര്യത്തിന് 2 അഭിപ്രായം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതിൽ, അതായത് നരകത്തിലാണോ സ്വർഗത്തിലാണോ 2 അഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഇനിയിപ്പോ 3 ആണെങ്കിൽ 3, അതും ഇരിക്കട്ടെ. ഇതല്ല, 4 അഭിപ്രായമുണ്ട്. എന്തൊക്കെയാണ് 4 അഭിപ്രായം? നമുക്ക് ഓരോന്നോരോന്ന് കേട്ട് പോകാം. ഇനി ഇതിനിടയിലുള്ള എന്റെ വിശദീകരണങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കുറവായിരിക്കും. ഞാൻ ആമുഖം ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും. എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമുക്ക് കേട്ട് പോവാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ ഫത്റത്തിന്റെ അഹ്ലുകാരാണ്, അഥവാ അവർക്ക് പ്രബോധനം എത്താത്തവരാണ്. പ്രബോധനം എത്താത്തവരായതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ടല്ലാതെ നാം ശിക്ഷിക്കുന്നവനല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫത്റത്തിന്റെ അഹ്ലുകാരായ തിരുനബിയുടെ മാതാപിതാക്കൾ നരകാവകാശികളല്ല എന്ന് അഭിപ്രായപ്പെട്ട ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഫത്റത്തിന്റെ, അതായത് പ്രബോധനം കിട്ടിയിട്ടില്ലാത്ത ആളുകളായ സ്ഥിതിക്ക് പ്രബോധനം കിട്ടാത്തവരെ പടച്ചോൻ ശിക്ഷിക്കൂല എന്നുള്ള ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയുടെ കുടുംബം ആ അർത്ഥത്തിൽ സ്വർഗത്തിലായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ മുമ്പ് അവിടെ മരിച്ചുപോയ എല്ലാവരും സ്വർഗത്തിൽ പോകേണ്ടി വരും. അവിടെ ഷിർക്ക് നടമാടിയിരുന്നു എന്നും അവിടെ കൊടിയ കുഫറിന്റെ ഷിർക്കിന്റെ കേന്ദ്രമായിരുന്നു എന്നും അവിടെ വളരെ മോശമായിട്ടുള്ള ഒരു ജനതയാണ് ജീവിച്ചിരുന്നതെന്നും പറയുന്ന ആ വാദത്തിന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം അതുപോലെ അക്രമം കാണിച്ച ഒരു ജനതയെ സ്വന്തം മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കള് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് നിങ്ങൾ ഈ ജാഹിലിയ കാലത്തെ ആളുകളെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറയുന്നത്? മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാം പത്രമാറ്റാണെന്ന് പറയാൻ വേണ്ടി, അതിനു മുമ്പ് അവിടെ ജീവിച്ച ജനതയെ മുഴുവൻ മോശക്കാരാക്കാൻ വേണ്ടി എന്തൊക്കെ കഥകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ പറയുമ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇസ്ലാമും കാഴ്ബയും ഇതൊക്കെ പ്രശ്നമാണ്. ഇസ്ലാമിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറേബ്യയിലെ ഇസ്ലാമിന്റെ കേന്ദ്രമാകുന്നതിനെ സംബന്ധിച്ച് മക്ക എങ്ങനെ ഇസ്ലാമായി എന്നുള്ളതിനെ കുറിച്ച്, കാഴ്ബ എങ്ങനെ മുസ്ലിങ്ങളുടേതായി എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്ന പഴയ കഥകളുണ്ട്. ആ കഥകളൊക്കെ അടിവേരില്ലാണ്ടായി പോകും ഹാരിസ് മദനി ഈ വാദം പറഞ്ഞാൽ. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഇതെങ്ങനെ പറഞ്ഞാലും പ്രശ്നമാണ്. അത് നമ്മൾ ജസ്റ്റ് സൂചിപ്പിക്കാം, മുന്നോട്ട് പോകാം. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങിയതിനു ശേഷം മാതാപിതാക്കളെ പുനർജീവിപ്പിക്കുകയും അങ്ങനെ അവർക്ക് പ്രബോധനമെത്തുകയും അവർ മുസ്ലിം ആവുകയും ചെയ്തു എന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് മുഹമ്മദ് നബിയുടെ മാതാപിതാക്കള് സ്വർഗത്തിലായാലേ പറ്റുള്ളൂ, നരകത്തിലായാൽ പറ്റൂല, അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ പല ആളുകളും എങ്ങനെയാ സങ്കല്പിച്ചതെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് പിതാവ് മരിച്ചു, 6 വയസ്സ് ആകുമ്പോഴത്തേക്ക് മാതാവ് മരിച്ചു, നുബുവത്ത് കിട്ടുന്നത് 40 വയസ്സായിട്ടാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലും. അപ്പൊ മുഹമ്മദ് നബീന്റെ വാപ്പാനും ഉമ്മാനും സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചില പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു അഭിപ്രായം, അവരുടെ കഥ, മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് തന്നെ അവരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അവർ വീണ്ടും മരിച്ച് ഖബറിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. ഇതാണ് 2ാമത്തെ അഭിപ്രായം. 2ാമത്തെ അഭിപ്രായം കുറച്ച് കനപ്പെട്ട അഭിപ്രായമാണ്. എന്തായാലും 3ാമത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാർ അവർക്ക് പ്രബോധനം എത്തിയിട്ടും അവർ ഇസ്ലാം സ്വീകരിക്കാത്തവരാണ്, അതുകൊണ്ട് അവർ നരകത്തിലാണ് എന്നും അഭിപ്രായപ്പെടുന്നു. അപ്പൊ 3ാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് പണ്ടേ പ്രബോധനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ വിശ്വസിച്ചില്ല, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് തന്നെ അവർ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് അവർ നരകത്തിലാണ് എന്ന ഒരു അഭിപ്രായം. ഇപ്പൊ 3 അഭിപ്രായം. ഇനി ഒരു അഭിപ്രായം കൂടി ഉണ്ട്. ആ അഭിപ്രായം അതിനേക്കാളും വലിയ രസമാണ്.
വാസ്തവത്തിൽ ഇവർക്ക് എടുക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അഭിപ്രായം അതാണ്. കാരണം അള്ളാന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വേറെ ആരും കുറ്റം പറയില്ല ആ അഭിപ്രായം പറയുന്നവരെ കുറിച്ച്. നാലാമത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാർ അത് തവക്കുഫിയായ വിഷയമാണ്, അഥവാ അള്ളാഹുവിലേക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടത്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മളില്ല എന്ന നിലപാട് സ്വീകരിച്ചവർ. ഈ നിലപാട് സ്വീകരിച്ചവരിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള മഹാരഥന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 4 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുമ്പോഴാണ് റഫീഖ് സലഫി വന്നിട്ട് മുഹമ്മദ് നബീന്റെ വാപ്പിയും നരകത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നത്. അല്ല പൊന്നാരന്റെ ഹാരിസ് മദനി, ഇങ്ങനെ 4 അഭിപ്രായമുള്ള ഒരു കാര്യത്തിൽ മുഹമ്മദ് നബിനെ കുറിച്ച് പല കാര്യങ്ങളിലും ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. മുഹമ്മദ് നബി ജനിച്ച വർഷം ഒന്നിലധികം അഭിപ്രായമില്ലേ? നമ്മളൊക്കെ ചെറിയ പ്രായത്ത് മദ്രസയിൽ പഠിച്ചിരുന്നത് ക്രിസ്താബ്ദം 571 ജനിച്ചു എന്നാണ്. പക്ഷെ അതിപ്പം കുറഞ്ഞ് 570 എത്തിയിട്ടുണ്ട്. പിന്നെ ഹംസയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു വർഷം കൊണ്ട് പിന്നിക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോട്ടെ, നമ്മുടെ കഥ അതല്ലാത്തത് കൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ മുസ്ലിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കാനുള്ള ഒരു ഔചിത്യം കാണിക്കണ്ടേ? നിങ്ങൾക്ക് ആ സാബിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തൂടെ? സാബി അതിരുവിട്ട് പോകുന്നു, ഇത് ഇസ്ലാമിന്റെ അടിവേരിറക്കുന്ന സാധനമാണ്, ശ്രദ്ധിക്കണേ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എന്താ കഥ? അപ്പൊ ഈ 4 അഭിപ്രായം ഉണ്ടായിട്ട് ആ 4 അഭിപ്രായത്തിൽ അഹമ്മദ് ബിൻ ഹംബലിനെ റഫീഖ് സലഫിക്ക് മറുപടി പറയുമ്പോൾ എടുത്തുദ്ധരിക്കുന്നതിൽ പ്രത്യേകമായ ഒരു കണ്ണുണ്ട്, അത് മനസ്സിലാക്കുന്നു. അത്തരം ആളുകൾ പോലും അഭിപ്രായപ്പെട്ടത് അതൊന്നും നമുക്കറിയാത്ത കാര്യമാണ്, അതൊക്കെ പഠിച്ചവന്റെ കയ്യിലുള്ള കാര്യമാണ്, നമ്മൾ അതിൽ അഭിപ്രായം പറയാനില്ലേ, നമ്മൾ ഈ നാട്ടുകാരനല്ലേ എന്ന് പറയാം. അതൊരു സേഫ് ഗെയിമാണ്. അപ്പൊ നമ്മൾ കാരശ്ശേരി മാഷ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊരു ചർച്ച, അദ്ദേഹത്തിന്റെ തന്നെ എനിക്ക് സ്വർഗം വേണ്ടാന്ന് പറഞ്ഞ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അനിൽ മുഹമ്മദ് ഒക്കെ പറഞ്ഞതൊക്കെ അള്ളാന്റെ അടുത്തുള്ള കാര്യമാണ്, ആരൊക്കെ സ്വർഗത്തിൽ ആരൊക്കെ നരകത്തിൽ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല എന്ന് ഒരു സേഫ് സ്റ്റാൻഡ്, ഒരു സേഫ് പൊസിഷൻ എടുക്കായിരുന്നല്ലോ. അതുപോലും എടുക്കാണ്ട് റഫീഖ് സലഫി എടുത്തു ചാടി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബിന്റെ വാപ്പിയും നരകത്തിലാണെന്ന് പറഞ്ഞത് വഹാബികളാണ് എന്ന ഒരു പ്രശ്നം. വഹാബികളെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് പ്രശ്നമായതാണ്. നിങ്ങൾ നബിനി അള്ളാനി പറയണ പോലെ അല്ല വഹാബികളെ പറയണത്. അതിപ്പോ ഹാരിസ് മദനിക്ക് തന്നെ, ഇപ്പൊ നമ്മൾ ഇത് പറയണ പോലെ ആയിരിക്കുമോ? AP ഉസ്താദിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ ഹാരിസ് മദനി വിടുവോ? എന്നതുപോലെ റഫീഖ് സലഫിക്ക് സലഫികളെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അതാണ് ഇപ്പൊ ഈ പുലിവാലി മൊത്തം ഉണ്ടാക്കിയത്. എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി നമുക്ക് കുളിച്ചു കയറാം. ഇത് തീരുമാനമാകുമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇറക്കിയെന്ന് മാത്രമല്ല, അതിന്റെ തുടക്കം തന്നെ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ വലിയ കളവ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു വൈകാരികമായ വിഷയമാണ്, ആതിഫിയായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സലഫികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ഒരു പ്രബോധന വിഷയമായി സലഫികൾ കൊണ്ട് നടക്കാറില്ല. ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പറയാറുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ വഹാബികൾ സലഫികൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാണ് ഇങ്ങനെ നബിന്റെ വാപ്പാനിയും ഉമ്മാനിയും നരകത്തിലാക്കിയത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മുണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു എന്താ പറയാ, ഒഴിച്ചുകൂടാനാവാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രമാണ് ഇത് മറയേണ്ടി വന്നത് എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. ഹാരിസ് മദനി ആണെങ്കിൽ അതിൽ കയറി പിടിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ പറയാറേ ഇല്ല, ഞങ്ങൾ നബിന്റെ വാപ്പിയും സ്വർഗത്തിലാണോ നരകത്തിലാണോ ചർച്ച ചെയ്യാറേ ഇല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ്. കാരണം ഇവർ തരം കിട്ടുമ്പോൾ ഒക്കെ പറയലുണ്ട്, ചാൻസ് കിട്ടുമ്പോൾ ഒക്കെ ഇവർ നബിന്റെ കുടുംബത്തിനെ പള്ളു പറയാറുണ്ട്, വാപ്പ നരകത്തിലാണ് ഉമ്മ നരകത്തിലാണ് അവർ മുശ്രിക്കുകളാണ് എന്ന് പറയാറുണ്ട് എന്നാണ്. അത് ഹാരിസ് മദനി നമുക്ക് അതിന് തെളിവൊക്കെ തരും. ഹാരിസ് മദനി അങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് സലഫി തുടങ്ങുന്നത്. എന്നാൽ ഈ വഹാബി മൗലവിമാർ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ഈ വിഷയങ്ങൾ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് തീർത്തു പ്രസംഗിച്ച ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഇവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഉദാഹരണത്തിന് ഒരു സാമ്പിൾ മാത്രം മദനി നമുക്ക് കാണിച്ചു കൊടുക്കാം, ഒരൊറ്റ എണ്ണം, പിന്നെ ചോദിക്കരുത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ബാലുശ്ശേരിക്കാരൻ മുജാഹിദ് അയാൾ പറയുന്നത് കേൾക്കൂ. നബീന്റെ ബാപ്പയാണ് വിചാരിച്ചിട്ട് നബീന്റെ ബാപ്പ സ്വർഗത്ത് പോകൂല, നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര, നബിയുടെ ബാപ്പ നരകത്തിലാണ് സഹോദര. എത്ര നിസ്സാരമായും ലാഘവത്തോടു കൂടിയുമാണ് അയാൾ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അവർ നരകത്തിലാണ് എന്നൊക്കെ പറയുന്നത്. വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? എന്താ കഥ? എന്നിട്ടാണ് ഇവർ പറയണത് എന്ത്, ഞങ്ങൾ അങ്ങനെ പറയാറൊന്നുമില്ല. എന്താ കഥ? ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണ്. ഹാരിസ് മദനി പറഞ്ഞത് ശരിയാണ്, ഇവർ ഇടക്കിടക്ക് പറയാറുണ്ട്, കിട്ടുന്ന ചാൻസിലൊക്കെ അവർ പറയുന്നുണ്ട്. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട് ഞാൻ പറഞ്ഞത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഞാനതിൽ ഉദ്ധരിച്ച എല്ലാ തെളിവുകളെയും തള്ളുകയും മഹാന്മാരായ ഇമാമീങ്ങളെ പോലും തള്ളി, അവരുടെ നിലപാടുകൾ പോലും തള്ളി, ബഹുമാന്യരായ ഇമാമീങ്ങളുടെ പേരിൽ പച്ചക്കളവും തട്ടിപ്പും നടത്തി അഹ്ലുസുന്നത്തിന്റെ മറുപക്ഷത്ത് നിലയുറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഹാരിസ് മദനി എന്ന് പറയുന്ന മുസ്ലിയാർ ശ്രമിച്ചത്. എന്താ കഥ? ഇപ്പൊ ആരതിൽ കളവ് പറയുന്നത്? ഹാരിസ് മദനി പറയുന്നു റഫീഖ് സലഫി കളവ് പറയുന്നു എന്ന്, റഫീഖ് സലഫി പറയുന്നു ഹാരിസ് മദനി കളവ് പറയുന്നു. നമുക്കൊന്ന് കേട്ടുപോയി നോക്കാം എന്ത് സംഭവിക്കും. ഇയാൾക്ക് ഇയാളുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി
യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ മറുപക്ഷത്ത് നിലയുറപ്പിച്ച് എപ്പോഴും ഖുറാഫാത്തിനും അന്ധവിശ്വാസങ്ങൾക്കും തെളിവ് പരതുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് സാധാരണ ഈ ഹാരിസ് മദനി എന്ന് പറയുന്ന മുസ്ലിയാർ ചെയ്യാറുള്ളത്. അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലും അദ്ദേഹം എടുത്തത്. നമ്മൾ ഉദ്ധരിച്ച തെളിവുകളെ തള്ളി ഇമാമീങ്ങളുടെ വിഷയത്തിൽ വമ്പിച്ച തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. റഫീഖ് സലഫി പറയുന്നു, റഫീഖ് സലഫി സ്വന്തം നിലക്ക് പറയുന്നതല്ല, ഇമാമിയങ്ങൾ പറയുന്നുണ്ട്, ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്, അഹ്ലു സുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് റഫീഖ് സലഫി പറയുന്നു. എന്തിന്? നബിന്റെ വാപ്പിയമ്മയും നരകത്തിലാണ് എന്നുള്ളതിന്. ഹാരിസ് മാനി പറയുന്നു, പണ്ഡിതന്മാർക്കിടയിൽ 4 അഭിപ്രായമുണ്ട്, അതിൽ ഒരഭിപ്രായം മാത്രമാണ് മുഹമ്മദ് നബീന്റെ വാപ്പിയമ്മയും നരകത്തിലാണ് എന്നുള്ളത്, ബാക്കി 3 അഭിപ്രായം പോസിറ്റീവാണ് എന്നാണ്. അതായത് 2 കാരണങ്ങൾ കൊണ്ട് സ്വർഗത്തിലായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും അതല്ലെങ്കിൽ പിന്നെ അത് പടച്ചോന്റെ അടുത്തുള്ള കാര്യമാണ് എന്നുള്ളതും. അത് 2 പോസിറ്റീവ്, ഒരു ന്യൂട്രൽ തെളിവാണ്, അഭിപ്രായമാണ് ഹാരിസ് മദനി പറയുന്ന വാദം അനുസരിച്ചുള്ളത്. നെഗറ്റീവായിട്ട് അവർ നരകത്തിലായിരിക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഹാരിസ് മദനി പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. പക്ഷേ അങ്ങനെയല്ല എന്നും അഹ്ലു സുന്നത്തിൽ ഏകോപിച്ച അഭിപ്രായമുള്ളത് ഇജ്മാ ഉള്ള കാര്യം, ഇജ്മാ എന്താന്നൊക്കെ ഇനി റഫീഖ് സലഫി വിശദമായിട്ട് പറഞ്ഞു തരും കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ ഇജ്മാ ഉള്ള കാര്യം മുഹമ്മദ് നബിയുടെ വാപ്പയും നരകത്തിലാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആരായിരിക്കും കളവ് പറയുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹാരിസ് മദനി ഇറക്കിയ അദ്ദേഹത്തിന്റെ സംസാരം അത് വമ്പിച്ച പരാജയമായിരുന്നു. അതെങ്ങനെയാണ് പരാജയമായത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ മതി, അത് മതി. ആരാ കളവ് പറയണത് നമുക്കൊന്ന് അറിയണം. ഈ സമയത്ത് ഞാൻ പറയാനുള്ള കാര്യം, ഈ സുന്നി മുജാഹിദ് തർക്കം ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശരിയായ രീതിയിലുള്ള ഇസ്ലാമിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പഠനത്തിന് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടിയുള്ള വായനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടോ. ഈ മൂല്യന്മാരൊന്നുമല്ല, കുറച്ചു കൂടിയ ഇനം മൂല്യന്മാരായിരുന്നു. എന്നിരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ഇവർ പറയുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും അതിനിവർ ഉന്നയിക്കുന്ന തെളിവുകളും അത് നമ്മൾ റെഫർ ചെയ്യുന്നതൊക്കെ നമുക്കിതിന്റെ വസ്തുതകൾ എന്താണെന്ന് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, എത്രയൊക്കെ നമ്മൾ യുക്തി ഉപയോഗിക്കൂല എന്ന് വാശി പിടിച്ചിരുന്നാലും നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിവുള്ള ചില എലമെന്റ്സ് ഇതിനകത്തുനിന്ന് കിട്ടും. ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഇവരുടെ ഈ തർക്കങ്ങളിൽ നിന്ന് പുറത്തു വരും. നമുക്കത് കുറച്ചുകൂടി കേട്ടു പോകാം. നമുക്കറിയാം ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഒക്കെയാണ്. അപ്പൊ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രമാണം ഹദീസുകളാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ കുഫ്റിലാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞത് എന്റെ വകയായിരുന്നില്ല, മറിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2 ഹദീസുകൾ ആ വിഷയത്തിൽ ഞാൻ ഉദ്ധരിച്ചു. അപ്പൊ മുഹമ്മദ് നബീന്റെ വാപ്പയും നരകത്തിലാണ് എന്നുള്ളതിന് റഫീഖ് സലഫി 2 ഹദീസുകൾ ഇമാം മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ചു. ഹാരിസ് മാനി നമ്മൾ പെട്ടുപോകലോ, എന്ത് ചെയ്യും? ഹദീസ് മാത്രമേ ഉള്ളൂ. ഹദീസ് മാത്രമല്ലെങ്കിൽ ഞങ്ങളെത്തി ഹദീസ് നിദാന ശാസ്ത്രം എന്നൊരു സാധനം ഉണ്ട്, അത് ഞങ്ങൾ എടുക്കും. വേറെ എന്തെങ്കിലും ഉണ്ട് ഞങ്ങളെത്ത്? മാത്രമാണോ ആ ഹദീസുകൾക്ക് മഹാനായ ഇമാം നബവി റഹ്മഹുല്ല, ഇവര് തന്നെ 2ാം ഷാഫിഈ എന്ന പേരിൽ വിളിക്കുന്ന, ഇവർക്ക് തള്ളാൻ കഴിയാത്ത ഇമാം നബവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ വായിച്ചത്. അപ്പൊ പെടുവല ഹാരിസ് മദനിയെ ഇമാം നബവിനെയും ഇദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ സ്വാഭാവികമായും സംശയിച്ചേക്കും, റഫീഖ് മൗലവി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ ഉദ്ധരിച്ചത്? അത് പ്രമാണമല്ലേ? എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്, ഇത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ന്യായമായും സംശയമുണ്ടാകും. ഉണ്ട്, സംശയമുണ്ട്. കാരണം ഖുർആൻ കഴിഞ്ഞാൽ ഹദീസ്. അപ്പം ഈ ഹദീസിൽ ഉണ്ട് എന്നും ഹദീസിന്റെ വിശദീകരണങ്ങളിൽ ഉണ്ട് എന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇജ്മാ ഉണ്ട് എന്നും റഫീഖ് സലഫി പറയുമ്പോൾ റഫീഖ് സലഫി പറഞ്ഞത് തെറ്റാണ് എന്നും അവർ സ്വർഗത്തിലാണ് എന്നാണ് പ്രബല പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് നിങ്ങൾ വീഡിയോയിൽ പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും വിശദീകരിച്ചേരി, നമ്മളൊന്ന് കേൾക്കട്ടെ. എന്നാൽ എനിക്ക് മറുപടി പറയാൻ വന്ന ഹാരിസ് മദനിയോ അദ്ദേഹം എന്ത് പ്രമാണമാണ് ഉദ്ധരിച്ചത് അത് നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിന് ഒരു പ്രമാണവും ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഒരു വാദം അദ്ദേഹം ഉദ്ധരിച്ചു. എന്താണ് കഥ? ഇങ്ങനെ ഒരാളെ അപമാനിക്കുക? ഹാരിസ് മാനെ എടുക്ക്, കിതാബ് എടുക്ക്, പറഞ്ഞു കൊടുക്കുക റഫീഖ് സലഫിക്ക്. റഫീഖ് സലഫി വിചാരിച്ച റഫീഖിന്റെ അടുത്ത് മാത്രമാണ് കിതാബുള്ളൂ എന്ന്. ഇട്ടുകയും ഹാരിസ് മദനെ കൊടുക്കുകയും കിതാബ് എന്ന് തെളിവ് കേൾക്കാം നമുക്ക്. എന്നാൽ ഈ ഹദീസ് എടുത്തുകൊണ്ട് മഹാനായ ഇബ്നു ഹജറിൽ ഹൈത്തമി റഹിമഹുല്ല മഹാനവറുകളുടെ അൽ മിനഹുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നത് നോക്കൂ, മുസ്ലിമിൽ വന്ന ഹദീസ് ഏറ്റവും പ്രകടമായ കൃത്യമായ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ അബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി തങ്ങളുടെ സ്വന്തം പിതാവിനെയല്ല, മറിച്ച് തിരുനബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിനെയാണ്. കാരണം അറബികൾ പിതൃവ്യനെയും അബ് എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഹാരിസ് മാനെ വിളിച്ചു പറയണേ? അല്ലെങ്കിൽ തന്നെ ചീത്തപ്പേരുണ്ട് അല്ലെ? ഒരാൾ വന്നിട്ട് നബിനോട് ചോദിച്ചു, അല്ല നബി എന്റെ വാപ്പ എവിടെയെന്ന്. അപ്പൊ നബി പറഞ്ഞു എന്റെ വാപ്പ നരകത്തിലാണ്. അപ്പൊ അയാൾ വിഷമത്തോടെ തിരിച്ചുപോയി. അപ്പൊ നബി അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ബേജാറാവണ്ട, എന്റെ വാപ്പിയും ഇന്റെ വാപ്പിയും നരകത്തിലാണെന്ന് പറഞ്ഞു. ഈ ഹദീസിൽ പറയപ്പെടുന്ന പ്രവാചകൻ പറഞ്ഞ എന്റെ വാപ്പ, എന്റെ പിതാവ് എന്നത് സാക്ഷാൽ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബ്ദുള്ളയെ കുറിച്ചല്ല, വല്യപ്പായ അബൂ
അബ്ദുൽ മുത്തലിബിനെ കുറിച്ചാണെന്നാണ് ഹാരിസ് മാനി പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇത്തരം ചർച്ചകൾ എടുക്കാറില്ലാത്തതാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ ജന്മവർഷം തിരുത്തുന്ന ഗതികേട് വരെ മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഹംസ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ പിതൃവ്യന്റെ ജന്മദിനം അല്ലെങ്കിൽ ജന്മവർഷം തിരുത്തേണ്ടി വരുന്നുണ്ട്. പല കാര്യങ്ങൾ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി കിട്ടാവുന്ന കിതാബുകളിലൊക്കെ ക്ലിയർ കറക്റ്റ് ചെയ്ത് വലിയൊരു ചീത്തപ്പേരിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബി വാപ്പ എന്ന് ഈ ഹദീസിൽ പറഞ്ഞതിന്റെ അർത്ഥം അബ്ദുൽ മുത്തലിബാണ് എന്നൊക്കെയാണ് ഹാരിസ് മാനി പറയുന്നത്. ഇതിനൊന്നും ഇനി എന്റെ നേരെ നബി നിന്നാന്നും പറഞ്ഞു വരരുത്. ഹാരിസ് മാനി പറഞ്ഞതിന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിതിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഹാരിസ് മാനി ബാക്കി പറയും. ഖരീനത്തുൽ മജാസി ഫീഹി, അങ്ങനെ നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് മാറണമെങ്കിൽ അതിന് ചില ഖരീനത്തുകൾ, ചില ലക്ഷ്യങ്ങൾ, തെളിവുകൾ ആവശ്യമുണ്ട്. ഈ വിഷയത്തിൽ അതിനുള്ള തെളിവെന്താണ്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് മറ്റൊരു ആയത്തിൽ, ശേഷം ആ ആയത്ത് പറയുന്നുണ്ട്, ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരുനബിയുടെ സ്വന്തം പിതാവിനെയല്ല ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. എന്റെ പൊന്നു, മുഹമ്മദ് നബി വാപ്പ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് അബ്ദുൽ മുത്തലിബിനെയാണ് എന്നാണ് പറയുന്നത്. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നാണ് ഹാരിസ് മാനി പറയുന്നത്. ശരിയായിരിക്കും, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും, എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തിരുനബി തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബിനെയാണ്, അല്ലാതെ സ്വന്തം പിതാവായ അബ്ദുള്ള എന്നവരെ അല്ല എന്ന് മഹാനായ ഇബ്നു ഹജറിൽ ഹൈത്തമി റഹിമഹുള്ള വിശദീകരിക്കുന്നു. സോറി, അബൂ താലിബിനെയാണ്, അബ്ദുൽ മുത്തലിബിനല്ല. അപ്പൊ പ്രശ്നം അബൂ താലിബിനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആകെ കൺഫ്യൂഷനായി, മനസ്സിലായോ? അബൂ താലിബിനെയാണ് വാപ്പ എന്ന് വിളിച്ചതെങ്കിൽ വളർത്തച്ഛൻ എന്ന രീതിയിൽ ഒരു പക്ഷേ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാൻ വഴിയുണ്ട്. അങ്ങനെ ന്യായീകരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട്. കാരണം എന്താ വെച്ചാൽ അബൂ താലിബ് മരണപ്പെടാൻ വേണ്ടി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മുഹമ്മദ് നബി വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ന്യായീകരിച്ചിട്ട് ഈ ഒരു അഭിപ്രായം പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ പ്രബോധനം ലഭിക്കുകയും അത് നിരസിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അബൂ ത്വാലിബ് നരകത്തിലായിരിക്കും. അബ്ദുള്ള പ്രബോധനം കിട്ടാത്ത കാലത്ത് മരിച്ചു പോയതുകൊണ്ട് നരകത്തിലായിരിക്കില്ല എന്ന വാദത്തിലേക്ക് എത്താനായിരിക്കാം ഒരു പക്ഷേ ശ്രമം. ഹാരിസ് മദനി മറുപടി പറയാൻ വന്നിട്ട് ചെയ്തത് എന്താണെന്നറിയോ? ഇബ്നു ഹജർ ഹൈത്തമിയുടെ ഒരു ഇബാറത്ത് വായിച്ചു. എന്റെ ഇജ്മാനൊക്കെ ഗണ്ണിക്കാൻ വേണ്ടി, മുസ്ലിയാരെ നിങ്ങൾ ഉസൂലും പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇജ്മാ ഉണ്ടെങ്കിൽ പിന്നെ മുത്തഅഖിരീങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലൊക്കെ ഒരു അഭിപ്രായം വായിച്ചാൽ ആ ഇജ്മാനെ ബാധിക്കും. അത് നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് ഉസൂലൊക്കെ ഒന്ന് പഠിച്ച് കൃത്യമായിട്ട് വരണമെന്ന് തുടക്കത്തിൽ തന്നെ പറയാം. എന്താ കഥ? അപ്പൊ ഹാരിസ് മാനിക്ക് കിതാബ് തിരിയൂല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹദീസ് എടുക്കേണ്ടത്? ഒരു ഹദീസിന്റെ വിശദീകരണം എടുക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ഇജ്മായുള്ള വിഷയത്തിൽ വേറൊരു പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉസൂല് തിരിയില്ലേ, നിങ്ങൾ പോയിട്ട് കിതാബ് പഠിക്കുകയെന്നാണ് ഇപ്പൊ ഹാരിസ് മാനിനോട് റഫീഖ് സലഫി പറയുന്നത്. എന്താ ചെയ്യാ? ഇവർ തമ്മിൽ ഇങ്ങനെ തുടങ്ങിയാൽ പാവപ്പെട്ട സാധാരണ വിശ്വാസികൾ ഇതിലെങ്ങനെ ഒരു തീരുമാനത്തിലെത്തും? നിങ്ങൾ പറയും. ഏതാണെങ്കിലും ഇബ്നു ഹജർ ഹൈത്തമിയുടെ ഇബാറത്ത് വായിച്ചത് എന്താണ്? ഇപ്പൊ സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് ഞാൻ ഹദീത്ത് പറഞ്ഞിരുന്നല്ലോ. എന്താണ്? ഇമാം നബവി അതിനെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? അപ്പൊ നബി പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹാരിസ് മദനി പറഞ്ഞ ഈ വാപ്പ ആ പരിപാടി എന്തായാലും റഫീഖ് സലഫി എടുക്കുന്നില്ല. അദ്ദേഹം അതിന്റെ വേറൊരു ഭാഗം ഹാരിസ് മദനി പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതേപോലെ എന്റെ ഉമ്മക്ക് ഞാൻ പാപമോചനം തേടട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തില്ല. ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താണ്? കുഫാറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല എന്നൊക്കെ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരെ ശരിക്ക് പിടിച്ച് ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് എന്നൊക്കെ അതിന് കൃത്യമായ കാരണങ്ങളും ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അതാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും പെട്ടല്ലോ ഹാരിസ് മദനി. എന്താ ചെയ്യാം? പുള്ളി കിതാബൊക്കെ ശരിക്കും എടുത്തിട്ടാണ് പറയണതെന്നാ പറയണത്. നിങ്ങളെ പറഞ്ഞതാണെങ്കിൽ ഇജ്മാഇന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എന്നാണ് പറയുന്നത്. എന്താ നമ്മൾ ചെയ്യാം? അപ്പോൾ പിന്നെ വീണ്ടും ഒരു സംശയം ഉണ്ടായേക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാഹ് തിരുനബി തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റഫീഖ് സലഫി അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. തീർച്ചയായും റഫീഖ് സലഫി അങ്ങനെ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇമാം നബവി റഹിമഹുല്ല ഒരിടത്തു പോലും മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. മറിച്ച് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഇമാം നബവി റഹിമഹുല്ല അങ്ങനെ പറഞ്ഞതായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്ത് വർത്താനാണ് ഹാരിസ് മാനി പറയുന്നത്? ഒരു ഇമാമ് ഒരു ഹദീസ് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഇന്നവർ നരകത്തിലാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എന്നും അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും എന്നൊക്കെ പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം എന്നൊക്കെ പറയുന്നത് ഒരു തരം ഉഡായിപ്പ് വാദമായിട്ടാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ റഫീഖ് സലഫി പറയുന്നിടത്ത് എന്തോ ഒരു കാര്യം ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇസ്ലാമിന്റെ തനിക്കുണം അനുസരിച്ച് മുഹമ്മദ് നബിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാവാനേ വഴിയുള്ളൂ.
നമ്മുടെ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ലോകത്ത് പ്യുവർ ഇസ്ലാം പറയുന്നവർ വഹാബികളാണ് എന്നതുകൊണ്ട് അവർക്ക് നബിന്റെ വാപ്പിയും നരകത്തിലാണെന്ന് പറയാൻ ഒരു ലജ്ജയും തോന്നുന്ന കാര്യത്തിൽ അവർക്കൊരു മടി ഉണ്ടാവില്ല, അവരത് പറയും. ഇങ്ങനെയാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ സലഫികളൊക്കെ പ്യുവർ ഇസ്ലാം ഇവിടെ പറയുന്നുണ്ടെന്നില്ല. അവരിവിടെ പറയില്ല. അവർ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും പറയുന്ന ഇസ്ലാം പ്യുവർ ഇസ്ലാം വേറെയും കേരളത്തിൽ പറയുന്നത് വേറെയും ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയിൽ പറയുന്നത് വേറെയായി. അത് വേറെ വിഷയമാണ്, വേറെ ചർച്ച ചെയ്യാം. നമ്മൾ ഇസ്ലാം എന്ന പേരിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ചില വിഭാഗങ്ങൾ, അതിന്റെ തീവ്ര സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ, സംഘങ്ങൾ, അവരുടെ ആശയം എന്തായിരിക്കും എന്ന് വെച്ചാൽ അത് പ്യുവർ വഹാബിസ് ആയിരിക്കും, അത് പ്യുവർ ഇസ്ലാം ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. അപ്പം വഹാബികൾ കേരളത്തിലെ വഹാബികളാണെങ്കിൽ പോലും അവർക്ക് നേർപ്പിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാകും എന്നത് മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഇനി എന്തായാലും ഹാരിസ് മാനി എന്താ പറയണം നോക്കാം. അതുകൊണ്ട് തന്നെ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞത് എന്താണ് എന്ന് മഹാനായ ഇബ്നു ഹജറിൽ ഹൈത്തമി തന്നെ അതിന്റെ തൊട്ടു താഴെ വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിമിൽ വന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ പ്രബോധനം അവർക്കെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞ ആ അഭിപ്രായം, അതിനെക്കുറിച്ച് ഇമാം നബവി റഹിമഹുള്ളയുടെ കിതാബുകൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഫബഈദുൻ ജിദ്ദൻ, ആ അഭിപ്രായം യാഥാർത്ഥ്യത്തോട് വളരെ അകന്നു നിൽക്കുന്ന വിദൂരമായ അഭിപ്രായമാണ്. അപ്പൊ ഇമാം നബവി പറഞ്ഞതിന് ഇബ്നു ഹജർ ഹൈത്തമി വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പുള്ളിയുടെ അഭിപ്രായം സത്യത്തിൽ നിന്ന് ഏറെ വിദൂരത്താണ്. അതായത് അവർക്ക് മുൻപ് തന്നെ പ്രബോധനം കിട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിയുടെ കാലം തൊട്ട് അവിടെ ഇസ്ലാം പ്രബോധനം തൗഹീദ് എത്തിയിട്ടുണ്ടെന്നും ഇബ്രാഹിം നബി അവിടെ കൊടുത്ത ഇസ്മായിൽ നബി അവിടെ പ്രബോധനം നടത്തിയ തൗഹീദിൽ നിന്ന് വഴിമാറിപ്പോയവരാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്നുമാണ് ഈ അഭിപ്രായം. ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഹാരിസ് മദനി പറയുന്ന അഭിപ്രായം എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അടിത്തറയുടെ രണ്ടാമത്തെ കല്ലുകളകും. ഈ രണ്ട് അഭിപ്രായം പറഞ്ഞാൽ ഇസ്ലാമിന് പരിക്ക് പറ്റും. എന്തുകൊണ്ടാണത്? ഈ അഭിപ്രായം എടുത്താൽ ഇപ്പം ഇദ്ദേഹം പറയുന്ന ഇബ്രാഹിം നബി അവിടെ വന്നിരുന്നു എന്നും ഇബ്രാഹിം നബീന്റെ തുടർച്ചയായിട്ട് ഇസ്മായിൽ നബി അവിടെ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ അവിടെ തൗഹീദ് അവർക്ക് അറിയാമായിരുന്നു എന്നും അവർക്ക് പ്രബോധനം ലഭിച്ചിട്ടുണ്ട് എന്നും വിശ്വസിച്ചാൽ മാത്രമാണ് ഇവർ നേരത്തെ പറഞ്ഞ കഅബ, ഇബ്രാഹിം, ഇസ്മായിൽ ഈ കഥകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ മുഹമ്മദിന്. അങ്ങനെ ചെയ്താലുള്ള വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അറബികൾക്കിടയിലേക്ക് ഇതിനു മുൻപ് ഞാൻ വേറെ പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടില്ല എന്ന്. ഇതെടുക്കുമ്പോൾ ആ ഖുർആൻ വചനം തെറ്റിപ്പോവും. ഒന്ന്. രണ്ടാമത്തത്, ആ ഖുർആൻ വചനം എടുക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അറേബ്യയിൽ അതിനു മുമ്പ് തെളിവ് വേണം. കാരണം അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നു എന്നാണല്ലോ. അപ്പൊ അറബിയിൽ അള്ളാഹു എന്ന് പറയുമ്പോൾ അറബിയിൽ അള്ളാഹ് ഉണ്ടാക്കിയ മതത്തിനും ഇസ്ലാം എന്നാവണം. കാരണം അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അവിടെ ഇസ്ലാം ഉണ്ടാക്കിയെങ്കിൽ, ഇസ്മായിൽ നബി അവിടെ ഇസ്ലാം ഉണ്ടാക്കിയെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് നബിക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ചൊരു ധാരണ വേണ്ടേ? അല്ലെങ്കിൽ ഇസ്ലാം എന്ന വാക്ക് അതിന്റെ മുൻകാലത്ത് മുഹമ്മദിന്റെ തൗഹീദിന് മുൻപ് അവിടെ ഉണ്ടാവണ്ടേ? അതിന് തെളിവില്ല. അങ്ങനെ വരുമ്പോൾ ഇതെടുത്താലും പ്രശ്നമാണ്, ആദ്യത്തെ എടുത്താലും പ്രശ്നമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കളവുകൾ കൊണ്ട് കഥ പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് കണക്ട് ചെയ്തെടുക്കാൻ വലിയ പാടായിരിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് ആ കളവുകൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അതിനേക്കാളും വലിയ പാരയായിരിക്കും. പലപ്പോഴും ഈ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം സിനിമ ഇറങ്ങുമ്പോൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇത് തമ്മിൽ ലോജിക്കൽ കണക്ഷൻ കിട്ടാതെ പോകുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അതേ സംഭവം തന്നെയാണ് പണ്ടാരോ എഴുതി വെച്ച ഒരു കഥയിൽ നിന്ന് ഒരല്പം എടുത്ത് ചൂണ്ടി നാട്ടിലുണ്ടായിരുന്ന കുറച്ച് അച്ചില സാധനങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്ത് കഷായം ഉണ്ടാക്കിയെടുത്താൽ ഈ പരുവത്തിലാവും. ഇതുകൊണ്ടാണ് ഇപ്പൊ ഹാരിസ് മദനിയും റഫീഖ് സലഫിയും തമ്മിൽ തല്ലുകൂടുന്നത്. ഇതിപ്പോ ഇവര് തമ്മിൽ ആദ്യത്തെ നടക്കുന്ന അടിയൊന്നുമല്ല. ഇവർ ഈ പറയുന്ന പല പണ്ഡിതന്മാരും പരസ്പരം ഖണ്ഡനങ്ങൾ, കിതാബുകൾ, 2, 3, 4 കിതാബുകളൊക്കെ ഒരാളുടെ ഒരഭിപ്രായത്തെ ഖണ്ഡിക്കാൻ വേണ്ടി കിതാബുകൾ 1, 2, 3 കിതാബ് എഴുതിയ മഹാന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരാരുടെ കാര്യത്തിൽ അള്ളാന്റെ അഭിപ്രായം എന്താണെന്ന കാര്യത്തിലാണ് ഇവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പം മുഹമ്മദ് നബീന്റെ വാപ്പിയമ്മയും സ്വർഗത്തിലാണോ എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ് അറിയേണ്ടത്? നമുക്ക് അള്ളാന്റെ അഭിപ്രായം. ഈ അള്ളാന്റെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യത്തിലാണ് ഹാരിസ് മദനിയും റഫീഖ് സലഫിയും അടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇബ്നു ഹജർ ഹൈത്തമിയും അതേപോലെ തന്നെ ഇമാം നബവിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്താ ചെയ്യാം? അത് വെറുതെ പറയുന്നതല്ല. ലിൽ ഇത്തിഫാഖി, ഏകഖണ്ഡമായ അഭിപ്രായമുണ്ട്. ഇബ്രാഹിം നബിയും അതിനുശേഷം വന്ന പ്രവാചകന്മാരും ഒക്കെ അവർ അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാനവറുകളുടെ വഫാത്തോടു കൂടി ആ പ്രബോധനം അവിടെ അവസാനിച്ചു. ഇത് ഏകഖണ്ഡമായ അഭിപ്രായമാണ് ഇത്ര കേട്ടോ. ഹാരിസ് മദനിയാണ് പറയണത്. ഹാരിസ് മദനിനെ ഗണ്ണിക്കേണ്ട ആൾ ഇന്ന് നമ്മളല്ല. ഇന്ന് റഫീഖ് സലഫിയും ഹാരിസ് മദനിയും തമ്മിലാണ് മണ്ഡനം നടക്കുന്നത്. അപ്പോൾ ഇമാം നബവി റഹിമഹുല്ല പറഞ്ഞ അറബികൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ പണ്ഡിതോചിതമായി ഇബ്നു ഹജർ തങ്ങൾ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൃത്യമായ വിശദീകരണങ്ങൾ ഉള്ളപ്പോഴും ആ വിശദീകരണങ്ങളെ സൗകര്യപൂർവ്വം മാറ്റിവെച്ചുകൊണ്ട് തിരുനബിയുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയണമെങ്കിൽ
ഒരല്പമൊക്കെ മനസ്സിന് കട്ടി വേണം, അല്ലെങ്കിൽ മനസ്സാക്ഷിക്കുത്ത് തീരെ ഇല്ലാതിരിക്കണം. ഇതിലേതാണ് റഫീഖ് സലഫിന്റെ പ്രശ്നം എന്നാണ് ഹാരിസ് മാനി ചോദിക്കുന്നത്. ഹാരിസ് മദനി ഇത്രയും കിതാബ് നിങ്ങളെ മുന്നിൽ എടുത്തു തന്നിട്ട് ഈ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് നിങ്ങളോട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് ഇതൊക്കെ പണ്ടേ അറിയാവുന്ന റഫീഖ് സലഫി ഇങ്ങനെ പിന്നെയും നബിന്റെ വാപ്പാനെയും ഇമ്മാനെയും കൊണ്ടുപോയി നരകത്തിലിടണമെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ സാധനല്ലേ എന്നാണ് ചോദ്യം. റഫീഖ് സലഫി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കേട്ടില്ലേ, ഹാരിസ് മദനിയുടെ വാദം കേട്ടില്ലേ? ഇബ്നു ഹജർ അൽ ഹൈത്തമിയെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വായിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഇപ്പോൾ വായിച്ചത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ശേഷമുള്ളവരുമൊന്നും അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ടവരല്ല. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. അതേപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ റിസാലത്ത് വഫാത്തോടുകൂടെ മുറിഞ്ഞു പോകുകയും ചെയ്തു എന്നാണ്. എന്നാൽ മുസ്ലിയാരെ, ഇതൊക്കെ മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി കണ്ടിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈത്തമിയെ കൃത്യമായ നിലയ്ക്ക് ഇന്ന അബീ വ അബാക്ക എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മുല്ലാ അലിയുൽ ഖാരി ഖണ്ഡിച്ചിട്ടുണ്ട്. മുസ്ലിയാരെ, ഈ വാദങ്ങളെയൊക്കെ കൃത്യമായ നിലയ്ക്ക് നേരിട്ടിട്ടുണ്ട്. അതും ചീറ്റിപ്പോയല്ലോ ഹാരിസ് മാനി. മുല്ല അലിയുൽ ഖാരി ഇതൊക്കെ കൃത്യമായി കാണുകയും മനസ്സിലാക്കുകയും ഇവരൊക്കെ ഈ ഹൈത്തമിയുടെ ഗ്രന്ഥത്തെ വരെ ഗണ്ണിച്ചുകൊണ്ട് കിതാബ് എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പം റഫീഖ് സലഫി പറയുന്നത്. അല്ല റഫീഖ് സലഫി, നിങ്ങൾ വെറുതെ തൊള്ളപ്പെട്ട് പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് തെളിവുണ്ടോ? ഹാരിസ് മാനി കിതാബ് എടുത്ത് വായിച്ച്, അപ്പൊ ഹാരിസ് മാനി വായിച്ച കിതാബ് എന്താ? വ്യാജ കിതാബാ? ഇസ്ലാമിലെ ഇമാമുമാരുടെ കിതാബുകൾക്ക് വ്യാജനുണ്ടോ എന്ന് നിങ്ങൾ പറയണത്? ഇതാ ഞാൻ വായിക്കാൻ പോകുന്നത് ഇമാം റാസിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആശയത്തെ ഇമാം മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി ഗണ്ണിക്കുന്ന ഭാഗമാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, മൻ മാത മുശ്രിക്കൻ വഹുവ ഫിന്നാർ വ ഇൻ മാത ഖബല അൽ ബിഅസ. ഒരാൾ മുശ്രിക്കായി ബഹുദൈവാരാധകനായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ നരകത്തിലാണ്. വ ഇൻ മാത ഖബല അൽ ബിഅസ, അത് പ്രവാചകനെ നിയോഗിക്കപ്പെടുന്ന മുമ്പുള്ള കാലത്ത് ഒരാൾ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പം മുശ്രിക്കായി മരിച്ചാൽ നരകത്തിലാണ്, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് മരിച്ചാലും നരകത്തിലാണ്. നോട്ട് ദ പോയിന്റ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് റഫീഖ് സലഫി. ഇതിലൊരു ചെറിയൊരു പ്രശ്നം നമുക്കുണ്ട്. എന്താ വെച്ചാലേ, കഅബയുടെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന ഖുറൈശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെ മകനായിട്ട്, സ്വന്തം മകന് അള്ളാഹുവിന്റെ ദാസൻ എന്ന് പേര് കൊടുത്ത അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ടുള്ള അബ്ദുള്ള, നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കണക്കും വെച്ച് നോക്കിയാൽ അവിടെ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും തൗഹീദ് കിട്ടിയ പ്രദേശമായിരുന്നെങ്കിൽ ഇതുപോലെ അള്ളാഹിന്റെ തൗഹീദിനെ ധിക്കരിച്ച ഒരു ടീം, ആ ടീമിലാണ് മുഹമ്മദ് നബി ജനിച്ചത്, ആ പരമ്പരയിലാണ് ജനിച്ചത് എന്ന് വരുന്നത് വലിയ പ്രശ്നം. ഒന്ന്. രണ്ടാമത്തത്, ആ തൗഹീദിൽ ഉണ്ടായിരുന്ന ഒരാൾ മുഹമ്മദ് നബിക്ക് മുമ്പ് അവിടെ ഒരാളെങ്കിലും വേണ്ടേ? അള്ളാഹിന്റെ തൗഹീദ്, ഇബ്രാഹിം നബിന്റെ തൗഹീദ്, ഇബ്രാഹിമും ഇസ്മായിലും തൗഹീദ് നടത്തിയ പ്രദേശത്ത് ഒരാൾ പോലും ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പടച്ചോനെ പിന്നെ എന്തിനു പറ്റും? ഇത് ആകെ കൂടെ കുഴഞ്ഞു മറിയാണല്ലോ. എന്ത് ചെയ്യും നമ്മളത്? എന്തിനാണ് ഇതിനുള്ള കാരണം പറയുന്നത് കേട്ടോ? ലിഅന്നൽ മുശ്രിക്കീന കാനൂ ഖദ് ഗയ്യറു അൽ ഹനീഫിയ്യത ദീന ഇബ്രാഹിം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തൗഹീദിന്റെ മാർഗത്തെ മാറ്റം വരുത്തിയവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. മനസ്സിലായോ? വസ്തബ്ദലു ബിഹാ അശ്ശിർക വർതകബൂഹു. അവർ അതിനെ മാറ്റിമറിച്ച് അതിനെ ശിർക്കിലേക്ക് കൊണ്ടുപോയവരാണവർ. എന്നിട്ട് ആ ഗുരുതരമായ പാപം ചെയ്തവരായിരുന്നു ആര്? മുശ്രിക്കുകൾ എന്ന് മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി പറയാൻ. അതുകൊണ്ട് വലൈസ മഅഹും ഹുജ്ജ, അവർക്ക് യാതൊരു ന്യായവുമില്ല. അതുകൊണ്ട് തന്നെ ആ മുശ്രിക്കീങ്ങൾക്ക് യാതൊരു ന്യായവുമില്ല. വലം യസൽ മഅലൂമൻ മിൻ ദീനി റസൂലി കുല്ലിഹിം മിൻ അവലിഹിം ഇലാ ആഖിരിഹിം ഖുബുഹു ശിർകി വൽ വഈദു അലൈഹി ഫിന്നാർ. എന്താ കഥ? ഈ കൂട്ടത്തിൽ പെടും ആര്? അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ്, അബ്ദുള്ള, ആമിന, എല്ലാവരും. പൊന്നാരന്റെ സലഫി, ഇത് വേറെ പ്രശ്നമുണ്ട്. മുഹമ്മദ് നബിയുടെ ഗർഭാവസ്ഥയിലും മുഹമ്മദ് നബിയുടെ ജനനത്തിന്റെ സമയത്തോടനുബന്ധിച്ചും മുഹമ്മദ് നബിയുടെ ബാല്യത്തിലുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ആമിന ബീവിക്ക് മുന്നേ ധാരണ ഉണ്ടായിരുന്നു എന്നുവരെ പറയുന്ന ഈ മുഅ്ജിസത്തുകളെ കുറിച്ച് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ മുഅ്ജിസത്ത് മൊത്തം മുണങ്ങേണ്ടി വരില്ല. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് ഉള്ള ഒരാളാണ് എന്റെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അവിടെ പണ്ടേ ഉണ്ടായിരുന്ന തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാതെ അത് മുറുകെ പിടിക്കാത്ത നിഷേധികളായിരുന്നു മുഹമ്മദ് നബിന്റെ വാപ്പിയമ്മീന്ന ഈ മുശ്രിക്കുകൾ. അവരെ കുറിച്ച് ഖുർആന്റെ വിശേഷണങ്ങളൊക്കെ ഇവർക്ക് ബാധകമാവും എന്നാണോ? കഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് പോലും യാതൊരു ന്യായവുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച നേരായ തൗഹീദിന്റെ മാർഗത്തെ മാറ്റിമറിച്ച് ശിർക്കിനെ കൊണ്ടുവരികയും ആ ശിർക്ക് എന്ന ഗുരുതരമായ പാപം ചെയ്യുകയും ചെയ്തവരാണവർ. അതുകൊണ്ട് ഈ ന്യായത്തിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് മഹാനായ ഇമാം മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി ഗണ്ഡിച്ചിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് നബിന്റെ വാപ്പയാണ് ഉമ്മയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ തൗഹീദിനെ നിഷേധിച്ചവരും ഗുരുതരമായ തെറ്റ് ചെയ്ത പാപികളുമായിരുന്നു എന്നാണ് റഫീഖ് സലഫി മുല്ലാ അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ കിതാബിനെ ഉദ്ധരിച്ച് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇമാം സുയൂത്തിയുടെയും അതേപോലെ തന്നെ ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങൾ കണ്ട ആള് തന്നെയാണ് മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി. അവരുടെയൊക്കെ വാദങ്ങൾക്ക് വളരെ കൃത്യമായ നിലയ്ക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഹാരിസ് മദനി വായിച്ചതോ? അദ്ദേഹത്തെ കിതാബ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അതും ഇതൊക്കെ പറയണം. അപ്പൊ ആ കിതാബോ? സത്യത്തിൽ എത്ര കിതാബുണ്ട്? ഈ കിതാബുകളിൽ ഏതപ്പോ നമ്മൾ എടുക്കുക, ഏതപ്പോ തള്ളുക?
ഓരോരോ അവസരത്തിൽ പറ്റുന്ന പോലെ എടുക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? തെളിവാണ് നോക്കേണ്ടത് മുസ്ലിയാരെ. മാത്രമല്ല ഇന്ന അബീബ അബാക്ക എന്ന ആ ഹദീത്തിന്റെ വിഷയത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി വളരെ വിദൂരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നിന്ന് വളരെ വിദൂരമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി ആ വാദത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഗണ്ണിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞ വാദങ്ങൾ സത്യത്തിൽ നിന്ന് എത്രമാത്രം വിദൂരത്താണ്. ആര് പറയാണ്? മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി പറയാണ്. അപ്പം ഹൈതമീനെ ഉദ്ധരിച്ചുകൊണ്ട് ഹാരിസ് മദനി പറഞ്ഞ വാദങ്ങളെ മുല്ല അലി ഖാരിയെ ഉദ്ധരിച്ചുകൊണ്ട് റഫീഖ് സലഫി ഗണ്ണിക്കുന്ന കാഴ്ച. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്നാണ് ഹാരിസ് മദനിയോട് ചോദിക്കാനുള്ളത്. ഇബ്നു ഹജർ അൽ ഹൈതമി ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത്, അതായത് ഈ വന്ന് ചോദിക്കുന്ന ആളുണ്ടല്ലോ എന്റെ വാപ്പ എവിടെയെന്നുള്ളത്, അപ്പൊ നിന്റെ വാപ്പ നരകത്തിലാണ് എന്ന് ആദ്യമായി അയാളോട് പറഞ്ഞാൽ അത് കേൾക്കുന്നതോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്ന പേടി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ വാപ്പിയും നിന്റെ വാപ്പിയും എന്താണ് നരകത്തിലാണ് എന്ന് പറയാൻ കാരണം അയാളുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞത്. അതിനെ ഖണ്ഡിക്കുകയാണ് മുല്ല അലി ഖാരി. എന്താ കഥ? ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകും സത്യം പറഞ്ഞാൽ എന്ന് പേടിച്ചിട്ട് മുഹമ്മദ് നബി കളവ് പറയുകയോ എന്നാണ് റഫീഖ് സലഫ്. അത് ഗുരുതരമായ തെറ്റാണ്, പിഴവാണ്, പ്രശ്നമാണ്, നഊദുബില്ല എന്നാണ് മുല്ല അലി ഖാരി പറയുന്നത്. മുഹമ്മദ് നബി കളവ് പറയാൻ ഇത്രമേൽ ഭയപ്പെട്ട വേറൊരു നേതാവ് ലോകത്തുണ്ടാവും അല്ലെ? കേൾക്കട്ടെ എന്തായാലും. അല്ലാഹുവിൽ അഭയം, ഈ വിഷയത്തിൽ അല്ലാഹുവിൽ അഭയം തേടുകയാണ്. വസ്തുതയല്ലാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് എത്രമാത്രം നിരപരാധിയാണ്. സത്യമല്ലാത്ത ഒരു വാദം നബി അല്ലാഹുവിന്റെ റസൂൽ പറയും. അതെന്താണ് പറയുന്നത്? വയഹ്കുമു ബികുഫ്രി വാലിദിഹി ലിഅജ്ലി തഅല്ലുഫി വാഹിദിൻ യുഅ്മിനു ബിഹി ഔ ലാ യുഅ്മിൻ. ഒരാളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ, ഇണക്കം കിട്ടാൻ അയാൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്താണെങ്കിലും അയാളുടെ മനസ്സമാധാനത്തിന് വേണ്ടി സ്വന്തം പിതാവ് നരകത്തിലല്ലാത്ത ഒരാളെ നരകത്തിലാണെന്ന് വിധി പറയുകയോ അതല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കാഫിറാക്കുകയോ അല്ലാഹുവിന്റെ റസൂല് എന്ത് അപരാധമാണ് ഈ പറയുന്നത്? ശരിയാണല്ലോ. വരുന്നവൻ മുസ്ലിം ആവാതെ തിരിച്ചു പോകും എന്ന പേടിയൊന്നും മുഹമ്മദ് നബിക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുന്ന മദീനാണെങ്കിൽ തീരെയും പേടിക്കണ്ട. അങ്ങനെ തിരിച്ചു പോകാനൊന്നും പറ്റില്ല. എവിടെ പോവാൻ? അതുകൊണ്ട് അവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. അതുകൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്റെ വാപ്പി നരകത്തിലാണ് എന്ന് പറയേണ്ട ഗതികേടൊന്നും മുഹമ്മദ് നബിക്കില്ല. അങ്ങനെ നബി പറയുവോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്ന ഇവരുടെ വിഖ്യാത പണ്ഡിതൻ ഈ കാര്യം പോലും, ഈ മിനിമം ലോജിക്ക് പോലും അറിയാതെ മുഹമ്മദ് നബി ഒരാളുടെ മനസ്സണക്കത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ കുറിച്ച് കളവ് പറഞ്ഞു എന്നൊരു അഭിപ്രായം എഴുതി വെച്ച ആളാണ് എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹാരിസ് മദനി എന്തിനാണ് ഇബ്നു ഹജർ അൽ ഹൈതമിയെ എടുത്ത് മുന്നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടാവുക? കേൾക്കാം. ഇത് വമ്പിച്ച വീഴ്ചയാണ്, വജുറഅത്തുൻ ജസീമ, ഗുരുതരമായ അപരാധമാണ്. ഹഫിളനല്ലാഹു അൻ മിത്ലി ഹാദിഹിൽ ജരീമ, ഇത്തരം ജരീമത്തുകളിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലയ്ക്ക് ന്യായങ്ങളും പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഹാരിസ് മദനി ഇബ്നു ഹജർ അൽ ഹൈതമിയെ മുല്ല അലി ഖാരി ഖണ്ഡിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിയാരെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയണം. മനസ്സിലായോ? കഷ്ടം. ഈ ഇബ്നു ഹജർ അൽ ഹൈതമി ഇങ്ങനത്തെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണല്ലേ? കുറച്ച് വൈകിപ്പോയി അറിയാൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ ഹാരിസ് മദനിയെ? അതുകൊണ്ട് ഈ നിലക്കുള്ള സംഗതികളൊന്ന് വായിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തണ്ട. പിന്നെ നിങ്ങൾ ചോദിച്ചേക്കും, അദ്ദേഹം തന്നെ മുല്ല അലിയുൽ ഖാരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇജ്മാ ആയി മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല അങ്ങനെ ഒരു ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല ആ അഭിപ്രായത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് കൊള്ളാലോ. മുല്ല അലിയുൽ ഖാരി അങ്ങനെ ഇജ്മാ ആയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് അറിയാവുന്ന താങ്കൾ എന്തിനാണ് പിന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത്? ഇനി അദ്ദേഹം പിൽക്കാലത്ത് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള ചില അഭിനവ രാഷ്ട്രീയ സിംഗങ്ങളൊക്കെ അവരുടെ മുൻകാല തീവ്ര നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന അതേ അഭിപ്രായം. പണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായെങ്കിലും ഇപ്പൊ അതൊക്കെ മാറ്റി നല്ല കുട്ടപ്പന്മാരായിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇജ്മാ ഉണ്ടായിരുന്ന വിഷയം, ഇജ്മാ ഉണ്ട് എന്ന് ഗ്രന്ഥത്തിൽ എഴുതി വെച്ച പണ്ഡിതൻ ഇമാമ് പിന്നീട് ആ ഇജ്മാഇന് വിരുദ്ധമായി സ്വതന്ത്രമായി ഒരു അഭിപ്രായം വേറെ പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാണ് ഹാരിസ് മദനി പറയാൻ ശ്രമിക്കുന്നത്. റഫീഖ് സലഫി വിടുവോ? നമുക്ക് എങ്ങനെങ്കിലും വരും നരകത്തിൽ? അത് മുല്ല അലിയുൽ ഖാരി മടക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് കോമഡി എന്നല്ലാതെ ഹാരിസ് മദനി ഈ നിലക്കുള്ള അവിവേകം പറയാൻ എന്തിനാണ് ഇങ്ങനെ ഈ ക്യാമറയുടെ മുമ്പിൽ വരുന്നത്? വിവരക്കേടല്ലേ വിളിച്ച് പറയുന്നത്? ഒരു ഇജ്മായി രേഖപ്പെടുത്തുക, എന്നിട്ട് രേഖപ്പെടുത്തിയ ഇജ്മായി പിന്നീട് മാറ്റി പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇജ്മായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാറ്റി പറയല്? വിഡിത്തങ്ങൾ പറയുന്നത് ഏതാണെങ്കിലും ഈ മുസ്ലിം പറയട്ടെ. എന്താണ് ഹാരിസ് മദനി നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു വില കളയപ്പോ? ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തി വെച്ച ഇജ്മാ ഉണ്ട് എന്ന് കിതാബിൽ എഴുതി വെച്ച പണ്ഡിതൻ, അതേ പണ്ഡിതൻ ആ ഇജ്മാഇന് വിരുദ്ധമായ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ വേറെ കിതാബിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാം മതത്തിന് പുറത്തുള്ള ഞങ്ങൾക്ക് പോലും തമാശയായിട്ടാണ് തോന്നുന്നത്. ഇതിൽ നമ്മൾ റഫീഖ് സലഫി പറയണേല് ശരിയുണ്ട് എന്ന് പറയേണ്ടി വരും. ഹാരിസ് മദനി നിങ്ങൾ എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ? നിങ്ങൾ അള്ളാന്റെ ദീനും വെച്ച് കളിക്കുക. കാരണം മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല ഏറ്റവും അവസാനമായി എഴുതിയ ഗ്രന്ഥമാണ് മഹാനായ ഖാദി ഇയാദിന്റെ ശിഫ എന്ന ഗ്രന്ഥത്തിലുള്ള ശറഹ്.
ആ ശറഹുശിഫയിൽ മഹാനവറുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളുടെ ഇസ്ലാമാവുക എന്ന കാര്യം അതിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏറ്റവും സ്വഹീഹായ അഭിപ്രായം ഈ സമുദായത്തിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരൊക്കെ ഏകഖണ്ഡമായി പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും മുസ്ലിമീങ്ങളാണ് എന്നത് തന്നെയാണ്. അല്ല, ഇപ്പൊ ഈ മുല്ല അലിയിൽക്കാരനെ എങ്ങനെ വിശ്വസിക്കുക? ഒരു കിതാബില് അവര് നരകത്തിലാണ് എന്നും സ്വർഗത്തിലാണ് എന്ന് പറയാൻ വേണ്ടി ഉന്നയിച്ച വാദങ്ങളും ന്യായങ്ങളും ഒക്കെ അബദ്ധമാണ് എന്നും പരമാബദ്ധമാണെന്നും നഅൂദുബില്ലാഹ് കിതാബിൽ എഴുതി വെച്ച അതേ പണ്ഡിതൻ അതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം ഏകകണ്ഠമായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എന്ന് ആരെയാണോ ഇദ്ദേഹം ഖണ്ഡിച്ചത് അദ്ദേഹത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാകെ കൂടെ ഒരു പ്രശ്നമാണല്ലോ ഹാരിസ് മദനി. ഒമ്പിച്ച തട്ടിപ്പാണ് ഹാരിസ് മദനി ഇവിടെ നടത്തിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്താൻ ഈ ഹാരിസിനെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ. സമ്മതിച്ചിരിക്കുന്നു താങ്കളെ. ഈ നിലക്ക് തട്ടിപ്പ് നടത്തി എന്തിനാണ് ഇങ്ങനെ അണികളെ പറ്റിക്കുന്നത്? എന്താ ഇയാൾ പറഞ്ഞത്? മുല്ല അലിയുടെ അവസാനത്തെ ഗ്രന്ഥമാണ് ശറഹുശിഫ. ആ ശറഹുശിഫയിൽ ഇജ്മാഇനെ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന കള്ളമല്ലേ ഹാരിസ് മദനി പറഞ്ഞത്? അപ്പൊ ഹാരിസ് മദനി വായിച്ചത് ഉഡായിപ്പ് കിതാബാണ്, ഡ്യൂപ്ലിക്കേറ്റ് കിതാബ്. എന്തൊക്കെയാണ് കേൾക്കുന്നത് ഹാരിസ് മദനി? ഇതെന്താ? നിങ്ങൾ എന്താ ചെയ്യണ രണ്ടാളും കൂടി? എന്താണ് ഇവിടെ വിഷയം എന്നറിയോ സഹോദരങ്ങളെ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ മുസ്ലിം ഇവിടെ ചെയ്തത് എന്താണെന്നറിയോ? മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹിയുടെ ശറഹുശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചില സൂഫികൾ തിരുമറി നടത്തിയിട്ടുണ്ട്. ആ തിരുമറി നടത്തിയ ഗ്രന്ഥം കൊണ്ടുവന്ന് യഥാർത്ഥ പതിപ്പ് മറച്ചുവെച്ച് തിരുമറി നടത്തിയ പതിപ്പ് കൊണ്ടുവന്ന് വായിച്ച് തന്റെ അണികളെ പറ്റിച്ച് ഇയാൾ സായുജ്യമടഞ്ഞ് സമാധാനം അടഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ മുപ്പര് വിചാരിച്ചതൊന്നും ആരും പിടിക്കൂല എന്നാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ വിഷയം എന്നറിയോ? ദാറുൽ കുത്തുബുൽ ഇൽമിയ പ്രസിദ്ധീകരിച്ച ഒരു പതിപ്പുണ്ട് ശറഹുശിഫയുടെ. അതിൽ സൂഫികൾ, ഈ വിഷയം പറയുന്നത് സൂഫികൾക്ക് പൊള്ളുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ വിഷയത്തിൽ മുല്ല അലിയുൽ ഖാരി പറഞ്ഞതിന്റെ നേരെ വിപരീതം അയാളുടെ കിതാബിൽ എഴുതി വെച്ചു. എന്നിട്ട് തട്ടിപ്പ് നടത്തി. എന്താണ് ഹാരിസ് മദനി? ഒരു കിതാബ് കൊണ്ടുവരുമ്പോൾ അത് ആരെഴുതിയതാണ്, എവിടുന്ന് എഴുതിയ പതിപ്പാണ്, അത് അതിന്റെ ഒറിജിനൽ പതിപ്പ് അങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു സംവിധാനമില്ലേ? അതല്ല, ഇവിടുത്തെ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരാരും ഇങ്ങനെ ഈ ദാറുൽ കുത്തുബ് എഴുതിയിട്ടുള്ള ഈ പുസ്തകം അത് ശരിയല്ല, തെറ്റാണ്, അതിലിങ്ങനെ കൂട്ടിക്കടത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ഇതൊന്നും തിരിഞ്ഞിട്ടില്ലേ? എന്താ സംഭവം? വല്ലാത്തൊരു കഷ്ടം അല്ലേ? സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ദാറുൽ കുത്തുബുൽ ഇൽമിയ പ്രസിദ്ധീകരിച്ച ഈ പതിപ്പ് അവലംബിക്കാൻ സാധ്യമല്ല. മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞതിന്റെ നേർവിപരീതമാണ് ഒരു ഇമാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അതിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും വലിയ അപരാധം വരെയുണ്ടോ? എന്നിട്ട് അത് കൊണ്ടുവന്ന് വായിച്ച് പൊട്ടന്മാരായ അണികളെ പറ്റിച്ച് തെക്കുബീർ ചൊല്ലിപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ ഏർപ്പാട് വില പോകില്ല എന്നാണ് ഹാരിസ് മദനിയോട് എനിക്ക് പറയാനുള്ളത്. സമ്മതിക്കൂല ഞങ്ങൾ എന്നാണ്. അബ്ദുള്ളയും ആമിനയും സ്വർഗത്ത് കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. പക്ഷെ റഫീഖ് സലഫി പറഞ്ഞത് ശരിയാണെങ്കിൽ ഹാരിസ് മദനി നിങ്ങളെ കാര്യം കഷ്ടമാണ്. ഞാനും തമ്മിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ സത്യം മറച്ചു വെക്കുകയും കളവ് പറയാതിരിക്കാൻ വേണ്ടി സത്യം പറയാതിരിക്കാൻ ശ്രമിക്കുകയും അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ കളവ് പറയുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളൊരു ഇമാമിന്റെ കിതാബിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിലുള്ള ഒരു വിഷയത്തിൽ സലഫീനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കിതാബ് നിങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാല് മോശല്ലേ? പിന്നെ മുസ്ലിയാരെ ഇതൊക്കെ നിങ്ങളൊരു പണ്ഡിതനല്ലേ? നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുവോ? കഷ്ടം. ഹാരിസ് മദനി ഈ ശറഹുശിഫ എന്ന് പറയുന്ന ഗ്രന്ഥമല്ലേ മുല്ല അലിയുൽ ഖാരിയുടെ, അത് ഇന്നും നിലയും പ്രസിദ്ധീകരിച്ചതല്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ലോകത്തിന്റെ പല സ്ഥലത്തും ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അത് ശരി. അപ്പം റഫീഖ് സലഫി നീ ഒറിജിനൽ കിതാബ് കാണിച്ചാൽ ഹാരിസ് മദനി എന്ത് പറയും? അതൊരു വലിയ പ്രശ്നമാണല്ലോ. ഒരു പഴയ കോപ്പി, അതായത് ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട അതിന്റെ പഴയ പതിപ്പാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് അതിൽ മാറ്റി പറഞ്ഞോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാലോ. ഇയാളുടെ തട്ടിപ്പ് നമുക്ക് പിടികൂടാലോ. ഇതൊക്കെ ആർക്കും ഇന്നത്തെ കാലത്ത് പിടികൂടാൻ കഴിയുന്ന കാര്യമാണ്. ഈ ജാതി തട്ടിപ്പുകൊണ്ടൊന്നും നടക്കൂല മുസ്ലിയാരെ. നിങ്ങൾക്ക് പണ്ടേ നിങ്ങളുടെ പരിപാടിയാണ് നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിയാക്കന്മാരും കിതാബിൽ തിരുമറി നടത്തി ജനങ്ങളെ കബളിപ്പിക്കുക. ഇങ്ങനെയൊന്നും പറയല്ലേ? ഇതൊക്കെ ആവശ്യത്തിന് തരം പോലെ നിങ്ങൾ ചെയ്യലില്ലേ? ഇതിപ്പോ ഈ വിഷയത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ നിൽക്കുന്നോണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വലിയ നല്ല കുട്ടിയായിട്ട് എങ്ങോട്ടായി പോകുന്നത്? തരം പോലെ ഹദീസ് തള്ളു നിങ്ങളോ? പോട്ടെ. ഇതേ പറയുന്ന ആൾക്കാർ, ഈ റഫീഖ് സലഫി ഇബ്നു അബ്ബാസിനെ തള്ളുന്നത്, ഇബ്നു കസീറിനെ തള്ളുന്നത്, ഒരു ഘട്ടത്തിൽ തള്ളിയ മൗലിയ പണ്ഡിതന്മാരെ അതേ വിഷയത്തിൽ മറ്റൊരവസരത്തിൽ അവലംബമാക്കുന്നത്, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. അപ്പൊ കിതാബ് തള്ളലും തിരിമറിയാക്കലും അതിനെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഈ വിഷയത്തിലായതുകൊണ്ട് മാത്രം നമ്മൾ ആ വിഷയത്തിലേക്ക് മാത്രം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സഫിയാനെ മുഹമ്മദ് നബിനെ പണ്ട് സഫിയ കിനാവ് കണ്ടിരുന്ന കഥയൊക്കെ നിങ്ങൾ പറഞ്ഞത് ഏത് കിതാബ് ഉദ്ധരിച്ചിട്ടാ? എന്നിട്ട് അതേ നിങ്ങൾ സൂറത്ത് നൂനിന്റെ വിശദീകരണം പറഞ്ഞപ്പോ ആ തഫ്സീർ എഴുതിയ മുഫസ്സിറിനെ തള്ളിയ കഥയും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിട്ടാളി. നിങ്ങളിപ്പോ ഈ വിഷയത്തിൽ ഹാരിസ് മദനിയാണല്ലോ ഇതില് പിന്നെ കുറ്റാരോപിതൻ. അതുകൊണ്ട് ഹാരിസ് മദനിന്റെ വിഷയം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അത് ഇനി നടക്കൂലാണ് പറയുന്നത്. കാരണം മടക്കി പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ പതിപ്പ് എന്താണ് എന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇതാ മുല്ല അലിയുൽ ഖാരിയുടെ ശറഹുശിഫയിൽ ഈ മുസ്ലിയാർ പറഞ്ഞ അതേ ഭാഗം അവിടെ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ അവർ മുസ്ലിമീങ്ങളായിട്ടാണോ മരിച്ചത്? എന്താണ് അവിടെ മുല്ല അലിയുൽ ഖാരിയുടെ അഭിപ്രായം എന്താണ്? ഇതാ ഒറിജിനൽ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട പഴയ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഞാൻ അവിടെ നിന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ വായിച്ചോളി.
ഹാരിസ് മാനി ഒരു മൗലിയരുടെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ മുല്ല അലിൽ കാരിയുടെ ഒരു കിതാബ് വായിക്കുന്നു. അതേ കിതാബിന്റെ വേറൊരു പേജ് വേറൊരു പുസ്തകത്തിൽ നിന്ന് വേറൊരു പതിപ്പിൽ നിന്ന് റഫീഖ് സലഫി വായിക്കുന്നു. രണ്ടും രണ്ടാണ്. ഇതിലൊക്കെ എന്തെങ്കിലും വലിയ ഇഷ്യൂ ആക്കാണ്ടോ? ഓരോ നാട്ടിൽ 6 നാട്ടിൽ 100 ഖുർആൻ എന്ന് പറയുന്ന രീതിയിൽ ഖുർആനിന്റെ അക്ഷരത്തിലും വാചകങ്ങളിലും അർത്ഥങ്ങളിലും വരെ വ്യത്യാസമുള്ള കാലത്ത് നിങ്ങൾ മുല്ല അലിൽ കാരിന്റെ കിതാബ് സൂഫികൾ തിരുത്തി എന്നൊക്കെ പറഞ്ഞു വരുന്നത് ചെറിയ കേസല്ലേ? എന്തായാലും നിങ്ങൾ വായിക്കാം, നമുക്ക് കേൾക്കാലോ. وأما قول التلمساني وروي إسلام أمه بإسناد صحيح وروي إسلام أبويه فمردود عليه. الله أكبر. തിലിംസാനി എന്ന് പറയുന്ന ഒരു സൂഫി ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗണ്ണിക്കുകയാണ് മുല്ല അലിൽ ഖാരി. എന്താണ്? വറുവിയ ഇസ്ലാമു ഉമ്മിഹി ബിഇസ്നാദിൻ സ്വഹീഹിൻ വറുവിയ ഇസ്ലാമു അബവൈഹി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ട് എന്നിട്ടാണ് മരണപ്പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് സ്വഹീഹാണെന്ന തിലിംസാനി എന്ന് പറയുന്ന സൂഫി ഷെയ്ഖിന്റെ വാദം ഫമർദൂദുൻ അലൈഹി, അത് തള്ളപ്പെടേണ്ട വാദമാണ്. എന്താ കഥ? അത് വെറുതെ തള്ളിയാൽ മതിയോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാം ദീനിന്ന് പുറത്തു പോകില്ല സലഫിയെ? അല്ലെങ്കിൽ സൂഫികൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ആൾക്കാരല്ല. എന്താ ഈ സൂഫിസത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സൂഫികള് ഇസ്ലാമിനെ കുറച്ചും കൂടി ഒരു ആത്മീയമായ ഒരു മാത്രം പ്രതലത്തിൽ കാണാൻ ശ്രമിക്കുകയും അതിന്റെ ആത്മതലം മാത്രം എന്ന രീതിയിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയും സ്നേഹം ആണ് ദൈവം എന്ന രീതിയിലും അങ്ങനെയൊക്കെ പല ധാരകളുണ്ട് സൂഫിസത്തിന്. അത് പ്യുവർ ഇസ്ലാമിന്, അതായത് അധികാരത്തിലും സാമൂഹികമായ നേതൃത്വവും ഏറ്റെടുക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ഇസ്ലാമിന്റെ സ്വഭാവത്തെ സൂഫിസം തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂഫികൾ അങ്ങനെ പലതും പറയും. ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ് സലഫികൾ വഹാബികളും പറയാം. മാത്രമല്ല മുല്ല അലിൽ ഖാരി പറയുന്ന ഒരു വാചകമുണ്ട്, കമാ ബയ്യൻതു ഹാദിഹിൽ മസ്അല, ഈ മസ്അല ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഫീ റിസാലത്തിൻ മുസ്തഖില്ല, സ്വതന്ത്രമായ ഒരു റിസാലയിൽ റദ്ദൻ അല സുയൂത്തി. ഹാരിസ് മദനി റദ്ദൻ അല സുയൂത്തി, സുയൂത്തിക്കുള്ള ഖണ്ഡനമായി ഫീ റസായിലിഹി തലാത്ത്, അദ്ദേഹത്തിന്റെ 3 റിസാലകൾക്കുള്ള ഖണ്ഡനമായി ഞാൻ സ്വതന്ത്രമായ ഒരു കൃതി ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഞാനത് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നല്ല. എന്താണ് നിങ്ങൾ ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഈ ജനങ്ങളെ കബളിപ്പിക്കരുത്. എന്തൊരു കഷ്ടം! ഒരാളൊരു കിതാബ് കൊണ്ടുവരിക, ആ കിതാബ് തിരുത്തിയതാണെന്ന് വേറൊരു കൂട്ടർ പറയാ, എന്നിട്ട് അവർ ഇതാണ് ഒറിജിനൽ കിതാബ് എന്ന് വേറൊരു കിതാബ് കൊണ്ടുവരിക. അല്ല സലഫിയെ, നിങ്ങളിപ്പോ വായിച്ചതാണ് തിരുത്തിയ കിതാബ് എങ്കിലോ? അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. നിങ്ങളിപ്പോ ഒരു കിതാബ് കാണിച്ചു, ഹാരിസ് മാനി കിതാബ് കാണിച്ചു, ഇതിലേതാ ഒറിജിനൽ കിതാബ് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. ചിലപ്പോൾ നിങ്ങൾ കാണിച്ചതാണ് തിരുത്തിയ കിതാബ് എങ്കിലോ? ചിലപ്പോൾ ഈ മുസ്ലിയാർ പറയും അത് സെലഫി വായിച്ചതാണ് തിരുമറി നടത്തിയ കോപ്പി, ഞാൻ വായിച്ചത് ഒറിജിനലാണ് എന്ന് വേണമെങ്കിൽ മുസ്ലിയാർക്ക് പറയാം. ചിലപ്പോൾ അങ്ങനെയും പറയാലോ വന്നിട്ട്. ഏതാണെങ്കിലും അതിനുള്ള ഒരു ചാൻസ് കൊടുക്കണ്ടല്ലോ. മുസ്ലിയാരെ, ഇതിന്റെയൊക്കെ മഖ്തൂത്താത്തുകൾ ലഭ്യമാണ്, കയ്യെഴുത്ത് പ്രതി ലഭ്യമാണ്. ഇമാം മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹിയുടെ ശറഹു ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതി ലഭ്യമാണ് ലോകത്ത്. ആർക്കും ഈ തട്ടിപ്പ് പിടികൂടാൻ കഴിയും. നിങ്ങൾ വിവേകമില്ലാതെ വന്നുകൊണ്ട് ഈ നിലക്ക് കളവ് പറഞ്ഞു പോയതാണ്. ഇതൊക്കെ പിടികൂടില്ലാതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതാ കയ്യെഴുത്ത് കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പെട്ട് എന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഹാരിസ് മദനി. കയ്യെഴുത്ത് പ്രതിയും കൂടി എടുത്ത് പുറത്തിടാൻ പോവാണ് മീൻസ് റഫീഖ് സലഫി. എന്താ ചെയ്യാ? അവിടെ ഞാൻ വായിച്ച അതേ വാചകങ്ങൾ ആ കയ്യെഴുത്ത് പ്രതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നോക്കിക്കോ. അമ്മാ ഖൗലു തിലിംസാനി വറുവിയ ഇസ്ലാമു ഉമ്മിഹി ബിഇസ്നാദിൻ സ്വഹീഹിൻ വറുവിയ ഇസ്ലാമു അബവൈഹി ഫമർദൂദുൻ അലൈഹി കമാ ബയ്യൻതു ഹാദിഹിൽ മസ്അല ഫീ റിസാലത്തിൻ മുസ്തഖില്ല റദ്ദൻ അല സുയൂത്തി ഫീ റസായിലിഹി തലാത്ത്. കണ്ടില്ലേ നിങ്ങൾ? ഇനി എന്ത് ചെയ്യും ഹാരിസ് മദനി? നമ്മൾ എന്താ ചെയ്യാൻ ഇപ്പോ? അപ്പൊ മുസ്ലിയാരുടെ കയ്യിൽ, ഹാരിസ് മദനിയുടെ കയ്യിൽ പ്രമാണമില്ല സാധു. പിന്നെയോ അയാൾ ചെയ്തതെന്താണ്? മഹാനായ ഇമാം മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ വമ്പിച്ച ഒരു തിരിമറിയും നടത്തിയിരിക്കുകയാണ് മുസ്ലിയാര്. എന്തിനാണ് മുസ്ലിയാരെ ഈ ജാതി തിരിമറിയുമായി നിങ്ങൾ നടക്കുന്നത്? എന്തിനാണ് ഈ തിരിമറി നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നത്? എന്നിട്ട് മാത്രമല്ല, വീണ്ടും മുല്ല അലിൽ ഖാരിയുടെ ശറഹു ശിഫയിൽ അദ്ദേഹം മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ വായിക്കുന്നത് കൂടെ നിങ്ങൾ കേൾക്ക്. കഴിഞ്ഞില്ല, ഇനിയുണ്ടാ? എത്ര ഭാഗമാണ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കിതാബ് വായിച്ചിരിക്കുന്നത് ഹാരിസ് മദനി? നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവോ? അവിടം കൊണ്ടും തീരുന്നില്ല. മുല്ല അലിൽ ഖാരി റഹിമഹുള്ള തന്നെ അതിന്റെ കുറച്ച് താഴെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞല്ലോ, മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളെ പുനർജീവിപ്പിച്ച് അവർക്ക് ദഅവത്തെത്തി പ്രബോധനമെത്തി അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന അഭിപ്രായം. ആ അഭിപ്രായത്തെക്കുറിച്ചും മുല്ല അലിൽ ഖാരി പറയുന്നു, ഫൽ അസ്ഹു അന്നഹു വഖഅ അലാ മാ അലൈഹിൽ ജുംഊറു തിഖാത്തു, ഏറ്റവും സ്വീകാര്യയോഗ്യമായ അഭിപ്രായം പ്രഗത്ഭരായ വിശ്വസ്തരായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതുവരെ എത്തി? ഖബറിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് തിരിച്ച് ഖബറിലേക്ക് തന്നെ പറഞ്ഞയച്ചു എന്നുള്ള കഥ വരെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട് എന്ന് ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി മാത്രം സ്വതന്ത്രമായ കിതാബ് എഴുതിയ ഇതേ മുല്ല അലിൽ ഖാരിയുടെ പേരിൽ കിതാബിലുണ്ട് എന്നാണ് ഇപ്പം ഹാരിസ് മദനി വായിക്കുന്നത്. വെറുതെ അല്ല റഫീഖ് സലഫിക്ക് ഹാലിളകിയത്. മുഹമ്മദിന്റെ വാപ്പിയമ്മയും സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാം തന്നെ ഉണ്ടോ ബാക്കി? അതെന്താണ് ഈ ഹാരിസ് മദനിക്ക് തിരിയാത്തത്? ഇവരെ നരകത്തിലാക്കിയില്ലെങ്കിൽ വലിയ പുലിവാലുണ്ട്, നരകത്തിൽ പോയാൽ അതിൽ വേറെ പുലിവാലുണ്ട്. ഇതൊരു സീസയാണ്, തരം പോലെ മാറിക്കളിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ കൂടെ ശരിയാക്കി എടുക്കാൻ വേണ്ടി എന്തിനാണ് റഫീഖ് സലഫി ഹാരിസ് മദനിയും തമ്മിൽ തല്ലുന്നത്? ഇത് രണ്ടറ്റവും മുട്ടൂല. ഹാരിസ് മദനി ഇപ്പം
സലഫികളെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ റഫീഖ് സലഫി ഈ കളിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ റഫീഖ് സലഫി മിണ്ടാതെ പോയേനെ. പക്ഷെ വഹാബികളെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറഞ്ഞാൽ പുള്ളി സഹിക്കും, പക്ഷെ വഹാബിസത്തെ പറഞ്ഞാൽ പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് പറ്റിയത്. അപ്പോൾ മുല്ലാ അലിയുക്കാരി റഹിമഹുല്ല ഇമാം സുയൂത്തിയെ ഗണ്ണിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ അവസാന സമയത്ത് ഇമാം സുയൂത്തിയെ അംഗീകരിക്കുകയും അസ്വഹായ അഭിപ്രായം അവർ മുസ്ലിമായിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ അവരെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് എന്നതുമൊക്കെയാണ് പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇമാം സുയൂത്തി വിശദീകരിച്ചത് നമുക്ക് കാണാമെന്ന് വരെ മുല്ലാ അലിയുക്കാരി റഹിമഹുല്ല കൃത്യമായി രേഖപ്പെടുത്തുന്നു. എന്താ കഥ? അപ്പൊ ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി റഫീഖ് സലഫി ഇതിന്റെ ഒറിജിനൽ ഇന്ന് വേറെ വായിക്കുവോ? കേട്ടോക്കാം. മുസ്ലിയാരെ, അവിടെയും നിങ്ങൾ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണെന്ന് മുല്ലാ അലിക്കാരി പറഞ്ഞിട്ടില്ല. അവിടെയും സുയൂത്തിയുടെ വാദങ്ങൾക്ക് ഖണ്ഡനം പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. സുയൂത്തിയുടെ വാദങ്ങളെ, ദുർബലമായ വാദങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇത് ഒറിജിനൽ കണ്ടോ? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്തിനാണ് ഈ തട്ടിപ്പൊക്കെ? എന്താ ചെയ്യാ ഹാരിസ് മാനി, എന്താ ചെയ്യാ? ഈ കിതാബിൽ തിരുമറി ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാം, ഇത് വായിച്ചു തീർക്കട്ടെ. وأما ما ذكروا عنه عليه الصلاة والسلام من إحياء أبويه وإيمانهما به على ما رواه الطبراني وغيره عن عائشة. അതായത് ഇമാം തൊബ്രാനി അതേപോലുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ വീണ്ടും ജീവിപ്പിക്കുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇനി കേട്ടോ മുസ്ലിയാരെ, അത് അംഗീകരിക്കുകയാണോ ചെയ്തത്? ഫത്തഫഖൽ ഹുഫാദു അലാ ളഅഫിഹി. അല്ലാഹു അക്ബർ. ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും അത് ദുർബലമാണെന്ന് ഏകോപിച്ചിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചു അത്രേ. ഇസ്ലാം സ്വീകരിച്ചത്രേ, സ്വർഗത്തിൽ പോകത്രേ. ആര്? മുഹമ്മദ് നബിന്റെ വാപ്പയും ഉമ്മയും സമ്മതിക്കൂല എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. മുഹമ്മദ് നബിന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിലാവാണെന്ന് പറയാൻ സമ്മതിക്കൂല എന്ന് റഫീഖ് സലഫിയും, നരകത്തേക്ക് പോയാൽ ശരിയാവില്ല എന്ന് ഹാരിസ് മദനിയും. രണ്ടാളുടെ മോഹവും മോഹഭംഗവും ആണ് ഈ അടിപിടിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആകെയുള്ള ഒരു അവസാനത്തെ പ്രവാചകന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ കഴിയാതെ പോയ ഒരു ഗ്രന്ഥം മതവും ആചാര്യന്മാരും പണ്ഡിതന്മാരും. നല്ല രസമല്ലേ കേട്ടിരിക്കാൻ? ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ആ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് അവര് ഇത്തിഫാഖുണ്ട്. അത് സുയൂത്തിക്ക് എന്നറിയാം. സുയൂത്തി തന്നെ അത് വ്യക്തമാക്കിയതാണ്. വഖാല ഇബ്നു ദഹിയ ഹുവ മൗലൂഉൻ മുഖാലിഫുൻ ലിൽ കിതാബി വസ്സുന്ന. ഇബ്നു ദഹിയ പറയുകയാണ് അത് നിർമ്മിതമായ ഹദീസാണ്, കിതാബിനും സുന്നത്തിനും എതിരാണ്. ഏത്? അവർ ഇസ്ലാമായി എന്ന് പറയുന്നത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്. ഇനി പറഞ്ഞോ, ഇനി എന്താ മുല്ലാ അലിക്കാരി പറയുന്നത്? മാറ്റി പറഞ്ഞതാണോ? കേട്ടോ, ശരിക്ക് കണ്ണ് തുറന്ന് കണ്ടോ, കാത് കൂർപ്പിച്ച് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയല്ലേ റഫീഖ് സലഫി? ഹാരിസ് മദനി ഒന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കൊടുക്ക്. സംഭവം ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്നതാണ് ശരി, നമുക്കറിയാം. കാരണം ഇസ്ലാമിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആ തന്തയും തള്ളി രക്ഷപ്പെടൂല, ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദ് നബിന്റെ വാപ്പയും വല്യപ്പയും എളാപ്പയും ഉമ്മയും ഒക്കെ നമ്മളെ കൂടെ നരകത്തില്. മുഹമ്മദ് നബിയും ഹൂറിമാരും ഉമ്മറും കുറച്ചാൾക്കാരും സ്വർഗത്തില്. ഇതിലെ ഏതാണ് സ്വർഗങ്ങൾ? പറ. ജനിച്ച് ജീവിച്ച വീട്ടിൽ പരമ്പരയായിട്ട് അവരാരാധിച്ചു വന്നിരുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തെ, ആരാധനാ മൂർത്തിയെ, അമ്പലത്തെ ആക്ഷേപിച്ച് അവരോടൊക്കെ കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും മുഹമ്മദിനെ സ്വന്തം മകനെ പോലെ സംരക്ഷിച്ച വല്ലിപ്പയും മൂത്താപ്പയും, മുഹമ്മദ് ഇവരുടെ വിശ്വാസങ്ങളെ മുഴുവൻ തള്ളിക്കളയുമ്പോഴും, മുഹമ്മദ് ഇവരുടെ വിശ്വാസങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുമ്പോഴും മുഹമ്മദിന് സംരക്ഷണം ഒരുക്കിയ ഈ മക്കാരായിട്ടുള്ള മനുഷ്യർ, അവര് മുഹമ്മദ് നബിന്റെ വാപ്പ ഉമ്മ നരകത്തില്, നമ്മൾ നരകത്തില്. പിന്നെ സ്വർഗത്തിൽ ആരൊക്കെ? നിങ്ങൾ പറയും. നിങ്ങളൊന്ന് ലിസ്റ്റ് പറഞ്ഞേ, സ്വർഗത്തിലുള്ളവരുടെ ലിസ്റ്റ്. ഞാൻ ഇപ്പോൾ ഒരു 5-6 പേരുടെ ലിസ്റ്റ് പറഞ്ഞു. ഈ നരകത്തെ ലിസ്റ്റ് ഒന്നും ഇട്ടാണി കാണട്ടെ. നിങ്ങൾക്ക് എത്ര ഈ കാര്യത്തിൽ വിവരം ഉണ്ടെന്ന് അറിയണമല്ലോ. നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിൽ തന്നെ കിടക്കണം, ഓനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ആരൊക്കെ ഉണ്ടാവും? ബോർഡ് മാറ്റി വെക്കായിരിക്കും പഠിത്തത്തിന് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വർഗത്തിന്റെ നരകത്തിന്റെ ബോർഡ് പരസ്പരം. അതുബയ്യൻതുഹു ഫീ റിസാലത്തിൻ മുസ്തഖില്ലത്തിൻ ലിതഹ്ഖീഖി ഹാദിഹിൽ മസ്അല റദ്ദൻ അലൽ അല്ലാമത്തി സുയൂത്തി ഫീ റസായിലിഹി തലാത്തിൽ മുഅല്ലഫ വബയാനൻ ലിദലായിലിഹിൽ മുളഅഫ. ഇത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ സ്വതന്ത്രമായ ഒരു കൃതി തന്നെ ഈ മസ്അല തഹ്ഖീഖ് ചെയ്യാൻ വേണ്ടി രചിച്ചിട്ടുണ്ട്. അത് സുയൂത്തിക്കുള്ള ഖണ്ഡനമാണ്, അദ്ദേഹത്തിന്റെ 3 റിസാലകൾക്കുള്ള ഖണ്ഡനമാണ്, അദ്ദേഹത്തിന്റെ ദുർബലമായ വാദങ്ങൾക്കുള്ള ഖണ്ഡനമാണ് എന്നാണ് മുല്ലാ അലിയുൽ ഖാരി പറഞ്ഞത്. ദുർബലമായ ഒരു വാദത്തെ ഖണ്ഡിക്കാൻ 3 സ്വതന്ത്രമായ കൃതികൾ എഴുതിയിട്ടാണ് മറുപടി. ഏജാതി ഖണ്ഡനം. എന്നിട്ട് ഇതൊന്നും ഇപ്പൊ ഹാരിസ് മാനിക്ക് അറിയാത്തോണ്ടാണോ? ഈ കിതാബിന് തിരുമറി നടത്തി എന്ന് പറയുന്ന ആൾക്കാർ ആരാന്നറിയോ? അമാനി മൗലവിന്റെ തഫ്സീർ സംവാദം കഴിഞ്ഞതിന്റെ 3-ാം പക്കം മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് അതിന്റെ 2 പതിപ്പുകൾ അക്ഷരത്തെറ്റുണ്ട് എന്നും പറഞ്ഞിട്ട് തിരുത്തിയിറക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത സലഫികളാണ് ഇപ്പോ കിതാബിൽ തിരുമറി നടത്തി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഇത് കുറെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നേ. എന്തായാലും ഇപ്പൊ ഇത് വിഷയം ഇതായതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോവാത്തതാണ്. ആരാ മടക്കിയത്? ആരാണ് ഇവിടെ കിതാബിൽ തിരുമറി നടത്തിയിട്ടുള്ളത്? മുസ്ലിംരെ, തിരുമറി നടത്തിയ കിതാബ് കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? ഹാരിസ് മദനി നടത്തിയ തിരുമറി പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രോതാക്കളെ, ഈ ഹാരിസിനെ കേൾക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം, ഇയാളുടെ കയ്യിൽ ഒരു പ്രമാണമല്ല. ഇയാൾ വെറും ന്യായീകരണം. ഇവരെന്ത് നെറികേട് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമേ ഇയാൾ വരുള്ളൂ.
മനസ്സിലാകണം. ഇൽമിയായ ഒരു സംഗതി ഇയാളുടെ കയ്യിലില്ല. എന്താ കഥ? ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ പാടുണ്ടോ? സംഗതി ഇസ്ലാമിന് വേണ്ടി ന്യായീകരിക്കുന്ന പല ആൾക്കാരെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്കറിയാം, അദ്ദേഹത്തിന് അറിയാവുന്ന സത്യം പറയാതെ കളവ് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്തത് എനിക്കറിയാം, നേരിട്ടറിയാം. നേർക്കുനേർ ചർച്ചയിലുണ്ടായ കാര്യമാണ്. എന്നും വിചാരിച്ച് റഫീഖ് സലഫി അയാൾ ഒരു ഇസ്ലാമിക പണ്ഡിതനല്ലേ, ഇക്കൊല്ലത്തിൽ പറയാൻ പാടുണ്ടോ? അയാൾക്ക് കിതാബ് തിരിയില്ല, അയാൾക്ക് ഗ്രന്ഥമില്ല, അയാൾ കളവ് പറയാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഒരേ പണിയല്ലേ? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ നിങ്ങൾ മാറ്റിപ്പിടിക്കുക. എന്തിനാണ് വെറുതെ തെരുവിൽ? ഇങ്ങനെ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടും എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും അത് പ്രമാണമാണ് എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ മാതാപിതാക്കളെയാണല്ലോ ഇവർ നരകത്തിലാക്കാൻ ശ്രമിക്കുന്നത്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവരിത് പറയുകയും ചെയ്യുന്നുണ്ട്. പറയുന്നില്ല എന്നൊക്കെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരെ വഞ്ചിക്കാനും വേണ്ടി പറഞ്ഞു വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് എന്തിനാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യം? ഏറ്റവും കുറഞ്ഞത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവനിലേക്ക് വിട്ടുകൊടുക്കാം, അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലപാടെങ്കിലും സ്വീകരിച്ചുകൂടായിരുന്നോ? ഇല്ല. ഇവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതും അവിടുത്തെ മദ്ഹ് പറയുന്നതും അവിടുത്തെ അവദാനങ്ങൾ പറയുന്നതും ഒന്നും ഇഷ്ടമില്ലാത്തവരാണ്. അതിനോടൊക്കെ വെറുപ്പുള്ളവരാണ്. ഒരു വെറുപ്പുമില്ല എന്നൊക്കെ വെറുതെ പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ശക്തമായ വെറുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മാതാപിതാക്കളെ പോലും ഇവരൊന്നും വെറുതെ വിടാത്തത്. വിശ്വാസികൾ തിരിച്ചറിയണം. എന്താ കഥ? ഇമോഷണൽ അപ്പീലാണ്. ഞാനിത് ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞങ്ങളടുത്ത് പറയാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ പറ. ശരിക്കും ഇപ്പൊ ഒരു അള്ള ഉണ്ട് എന്ന് വിചാരിക്കാം. എങ്ങാനും ഒരു അള്ള അവിടെ ഉണ്ടെങ്കിൽ വലിയ ഒരു ചൂരലെടുത്തിട്ട് അള്ള ഇതിനോടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. കയറിപ്പോയിനടാ ക്ലാസ്സിൽ 2 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഹാരിസ് മദനിന്റെയും റഫീഖ് സലഫിന്റെയും ചാന്തി കിട്ടും നല്ല പെട കൊടുത്തിട്ടുണ്ടാവും. നരകം സ്വർഗം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്കറിയാടാ അതിൽ ആരൊക്കെ കയറേണ്ടത്. നിങ്ങൾ അതിൽ ഇടപെടണ്ട. ആരെ പെങ്ങളതിനെ ഏൽപ്പിച്ച് മുഹമ്മദ് നബീനെ പോലും ഏൽപ്പിക്കാത്ത കാര്യം ഏറ്റെടുത്ത് തർക്കിക്കാനും എന്റെ ദീനിന് മാനക്കേടുണ്ടാക്കാൻ നിങ്ങൾ ആരാടാന്ന് ചോദിച്ചിട്ട് ഈ 2 എണ്ണത്തിനെയും പിടിച്ചപ്പോ ഇതിനോടൊക്കെ നരകത്തിലിട്ടുണ്ടാവും. ശരിക്കും ഒരു അള്ള ഉണ്ടെങ്കിൽ ഈ തർക്കം പോലും അള്ളല്ല എന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇവർ തർക്കിച്ച വിഷയത്തിൽ ആഴത്തിൽ പഠിച്ച് അതിന്റെ യുക്തിയും ലോജിക്കും നോക്കിയാലും നിങ്ങൾക്ക് അള്ളല്ല എന്ന തീരുമാനത്തിലെത്താം. എങ്ങനെ പോയാലും നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തും. അതാണ് എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളോട് പറയാനുള്ളത്. ഇവർ തമ്മിൽ തല്ലി കൂടുമ്പം ഇവരുടെ വായിൽ നോക്കിയിരുന്നാൽ ഒന്നും തിരിയൂല. ആ നേരം ഇവർ പറഞ്ഞ കിതാബ് കിട്ടാൻ വഴിയുണ്ടോ നോക്കുക, പോവുക, സംഘടിപ്പിക്കുക, വായിക്കുക, അതിന്റെ അപ്പുറം ഇപ്പറയും കൂടി വായിക്കുക, സംഗതി തീരുമാനമായി കിട്ടും. നമുക്ക് നിർത്തണ്ടേ? എന്നിട്ട് ഇയാൾ പറയാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ കുഫറിലാണ് മരണപ്പെട്ടത് എന്നൊക്കെ പറയാൻ നല്ല മനസ്സിന് കട്ടിയാണെന്നാണ് പറയുന്നത്. മനസാക്ഷി ഇല്ലാതിരിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സാധുക്കളെ വഞ്ചിക്കുക, സലഫികളെ വലിയൊരു അപരാധം ചെയ്തു എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ മുജാഹിദുകളാണ് പറയുന്നത്. അവർക്ക് നബിയെ മദ്ഹ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, നബിയോട് തന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. മുസ്ലിയാരെ ഞാൻ ചോദിക്കട്ടെ, മുല്ലാലി ഖാരി റഹ്മത്തുള്ളാഹി സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ? ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശിഷ്യനല്ലേ? ഉസ്താദിന്റെ വാദങ്ങളെയല്ലേ കിതാബിനും സുന്നത്തിനും ഇജ്മാഇനും എതിരാണെന്ന് പറഞ്ഞ് ഗണ്ണിച്ചത് മുല്ലാലി ഖാരി മാത്രമാണോ? ഇതൊക്കെ സലഫികളുടെ മേലിൽ നിങ്ങൾ കെട്ടിവെച്ച് ആഘോഷിക്കാൻ നിൽക്കണ്ട. എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. സമസ്തക്കാർ അംഗീകരിക്കുന്ന തന്നെ എത്രയോ പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ മുസ്ലിയാരെ? അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കുതിരകയറാൻ വരികയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിനെ പറഞ്ഞ നബിന്റെ വാപ്പിയും സ്വർഗത്തിലാണെന്നുള്ളതല്ല, വഹാബികളെ മേലെ കുതിരകയറാൻ വന്നതിലാണ് ഇപ്പം റഫീഖ് സലഫിക്ക് ആകെ അസ്വസ്ഥത. അതുകൊണ്ടാണ് ഹാരിസ് മദനിനെ ഇങ്ങനെ വലിച്ച് കീറി ഒട്ടിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പറഞ്ഞാൽ പുള്ളി സഹിക്കും, പക്ഷെ സലഫികളെ പറഞ്ഞാൽ സഹിക്കൂല. അതാണ് സലഫിസം, അതാണ് വഹാബിസം. ഇപ്പൊ എന്നിട്ട് പറയണ ഇവരൊന്നും പോരാതെ സമസ്ത അംഗീകരിക്കുന്ന വേറെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയും തെളിവുണ്ടല്ലോ. ഹാരിസ് മാനി നിങ്ങൾ എന്താ ചെയ്യാതൊക്കെ കൂടെ? ഞാൻ തൽക്കാലം ഒന്നിപ്പോ കാണിച്ചു തരാം, ഇത് ദീർഘിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. റംലി നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഷാഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനല്ലേ ഇമാം റംലി? അദ്ദേഹത്തിന്റെ ഫത്താവ ഒന്ന് പോയി വായിച്ചിട്ട് വാ, വിഷയമൊക്കെ പഠിക്കുക കേട്ടോ. ഇനി വായിക്കാൻ പോകുന്നു വേണ്ട, ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇതാ പൊന്നാര സലഫി. ആ മനുഷ്യനെ ഒരാളെ അപമാനിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു വിശ്വാസിയല്ലേ? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ മീൻസ് പരിഹസിക്കാൻ പാടുണ്ടോ? നമ്മൾ പോലും ഇവിടെ കളിയാക്കൽ പരിഹാസമൊന്നുമില്ല. ഇനിയിപ്പോ കിതാബൊന്നും തരാൻ വേണ്ട, അതാ ഞാൻ കാണിച്ചു തരാന്ന് ഇങ്ങനെ കൊച്ചാക്കല്ലിട്ട ആൾക്കാരെ. എനിക്ക് തന്നെ ഹാരിസ് മദനിനോട് ഒരു സഹതാപം തോന്നണം. ഹാരിസ് മാനെ സമ്മതിച്ചു കൊടുത്താളി. നബിന്റെ ഉമ്മയും വാപ്പി എവിടെ പോയിക്കോട്ടെ, നിങ്ങളെ മാനം കയ്യിൽ പിടിച്ച് പോവാൻ നോക്കോളെ. ഹാരിസ് മദനി അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. വഅബൂഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നു, ബഹുദൈവാരാധകരിൽപ്പെട്ട ആളായിരുന്നു. അല്ലദീന യഅബ്ദൂനൽ അസ്നാമ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ബഹുദൈവാരാധകരിലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവ് ഉൾപ്പെട്ടത്. ഹാലത അബ്ദുഹിം ബിശരീഅത്തി ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് കൊണ്ട് ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന കാലത്തും വിഗ്രഹാരാധന നടത്തിയവരുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ഉൾപ്പെട്ടത്. എന്ത് പറയാനുണ്ട് ഹാരിസെ? ഇമാം റംലിക്ക് മനസ്സാക്ഷി ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയൂ. അല്ല, ഈ പറഞ്ഞ കേസ് അബ്ദുള്ള മാത്രമല്ല മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. ആ വിഗ്രഹങ്ങൾ അപ്പാടെ അതിനകത്ത് ഇരിക്കുമ്പോൾ മുഹമ്മദ് നബി ആ കഅബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തിട്ടില്ലേ? ഇവര് ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് ആ വിഗ്രഹങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നില്ലേ? മക്കം ഫത്വഹിന് മുമ്പ്
അതൊക്കെ തന്നെയല്ലേ മറ്റവരും ചെയ്തിട്ടുള്ളൂ. വിളിക്കുന്നത് അള്ളാഹിനെയാണെങ്കിലും ചുറ്റി നടക്കുമ്പം തവാഫ് ചെയ്യുമ്പം ബിംബങ്ങളൊക്കെയും ആ ആരാധനാലയത്തിൽ ഉണ്ടായിരുന്നില്ലേ? ആ ബിംബങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ബിംബാരാധന കേന്ദ്രത്തിൽ പോയിട്ട് മുഹമ്മദ് നബി തവാഫ് ചെയ്തിട്ടില്ലേ? നുബുവത്തിന് ശേഷം എന്താ കഥ? അതേ കാര്യം തന്നെയല്ലേ അബ്ദുള്ളയും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് നുബുവത്ത് മുഹമ്മദൊന്നും ഇല്ലാത്ത മുമ്പ് അതിനൊരു മനുഷ്യനെ മുശ്രിക്കാക്കണ കഷ്ടം. അതല്ല, ഇമാം റംലിയുടെ തൊലിക്ക് കട്ടി കൂടുതലാണോ? നിങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഈ പൊള്ളവാദങ്ങളുമായി രംഗത്ത് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ബൈഹക്കിയെ വായിക്കണോ? ഞാനിപ്പോ വായിക്കുന്നില്ല, അടുത്ത് വായിക്കാം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ കുഫറിലായിട്ടാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് എന്താ സംഭവിക്കാനിരിക്കുന്നത്? ഹാരിസെ, വല്ലതും സംഭവിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് വല്ല കോട്ടുണ്ടാകുമോ? അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമോ? എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനെങ്ങനെ തല്ലുവിടുന്ന ആരിസ്മാനെ? നമ്മൾ രണ്ടാളും മുസ്ലിങ്ങളല്ലേ? അവര് നരകത്തിലെ എവിടെ പാതാളത്തിലേക്കും പോയി തൊലയട്ടെ എന്നാണ്. പ്രവാചക സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്നേഹം. ഹുബ്ബുർ റസൂൽ. മുഹമ്മദ് നബിന്റെ വാപ്പിമ്മയല്ലേ? ഓലെ എവിടെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? നബിക്കത് ബാധിക്കൂലല്ലോ. നബിന്റെ ഉമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദ്യം. ഈ നബിയാണ് പറഞ്ഞത് എന്താ അറിയോ? മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. കൊള്ളാം, അടിപൊളി. ഞങ്ങൾക്കൊരു പാട്ട് ഓർമ്മപ്പെടുത്തി തരാം. ആ പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല, പാടാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാം. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിച്ചില്ല. ഇതാണ് ആ പാട്ടിന്റെ തുടക്കത്തിലെ രണ്ടുപേര്. അത് വെറുതെ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എടുത്തിട്ട് ഒരു വീഡിയോ ഏതെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിച്ചില്ല. ഈ പാട്ടൊന്ന് കേൾക്കുക. നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആരോ ആയിക്കോട്ടെ, ആ ഉമ്മയെ കുറിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പിതാവ് ഈ ഗർഭാവസ്ഥയിൽ തന്നെ പിതാവ് മരണപ്പെട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ച് ദുരിതത്തിൽ വളർത്താൻ ശ്രമിക്കുന്ന ആമിനയുടെ അവസ്ഥ വിവരിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഒരു തവണ കേട്ടിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ച് ഈ വീഡിയോ കാണാൻ വരിക. ഇതിൽ 1 മണിക്കൂർ 30 മിനിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ റഫീഖ് സലഫി പറയുന്ന ആ ഭാഗം ഒന്നുകൂടെ കേൾക്കുക. എന്ത്? മുഹമ്മദിന്റെ നബിന്റെ വാപ്പിയമ്മി എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അത് ബാധിക്കുന്നത്? മുഹമ്മദ് നബിനെ അത് ബാധിക്കുമോ? നമുക്കത് നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു മുശ്രിക്കുകൾ തന്നെയാണ്, അവർ കുഫറിൽ മരിച്ചോലാണ്, ഒരു നരകത്ത് തന്നെയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ തനിക്കുണം, ആ തനിക്കുണം അനുസരിച്ച് ഹാരിസ് മദനി പറയുന്നത് തെറ്റാവാനേ വഴിയുള്ളൂ. റഫീഖ് സലഫി പറയുന്നതാണ് ഇസ്ലാമിന്റെ തനിക്കുണം എങ്കിൽ ആ തന്തയും തള്ളയും നരകത്തിലേ ആവൂ. കാരണം അതാണ് ഇസ്ലാം. ഇതൊരു പൈശാചിക സംഘമാണ് സുഹൃത്തുക്കളെ. ഇതിനകത്ത് ദൈവികമായ ഒന്നുമില്ല. ഇത് കേവലമായ ഒരു നിഗൂഢ ഗോത്രമാണ്. ആ ഗോത്രത്തിനകത്തുള്ള സൗഹൃദവും അകത്തുള്ള സമാധാനവും ഈ ഭയത്തിലും പേടിയിലും ഇങ്ങനെ ഉരുകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തിയും ഒരു നിർവൃതിയും, ഇത് മാത്രമാണ് ഇസ്ലാം. അതിനകത്ത് എന്ത് നബിന്റെ ഉമ്മ, എന്ത് നബിന്റെ വാപ്പ? ഉമ്മയും വാപ്പയും മരിച്ചിട്ട് കഷ്ടപ്പാടിൽ വളർത്തിയ എന്ത് വല്യപ്പ? കുടുംബം മൊത്തം ദുരിതത്തിൽ കഴിയുമ്പോൾ പോലും മുഹമ്മദിനെ സ്വന്തം മക്കളെപ്പോലെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കിയ എന്ത് മൂത്താപ്പ? ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളമാണ്. എന്നിട്ട് മുഹമ്മദ് നബിയുടെ വാപ്പിമ്മി എന്തേലും ആയിക്കോട്ടെ ഹാരിസ്മാനിയെ, നമ്മൾ എന്തിനാപ്പോൾ നോക്കണേ? അത് മുഹമ്മദ് നബിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കോ എന്നാണ് ചോദ്യം. എന്നിട്ട് ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം മുഹമ്മദ് നബിന്റെ വാപ്പിമ്മയും അവര് ഹലാലായ കല്യാണം കഴിച്ച പോലെ തന്നെ അല്ലേ എന്നൊരു ചോദ്യം. ഒരാവശ്യമില്ലാത്ത ഒരു ഉപദേശമൊക്കെയാണ് ഇപ്പം ഇനി റഫീഖ് സലഫി കൊടുക്കാൻ പോകുന്നത്. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ നിക്കാഹ് സ്വഹീഹല്ലേ? പണ്ഡിതന്മാർ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടില്ലേ? ഇപ്പോ അമുസ്ലിമീങ്ങളായ ദമ്പതിമാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അക്കത് പുതുക്കണ്ട, അവരുടെ നിക്കാഹ് സ്വഹീഹാണ്. അപ്പൊ നബിയുടെ നെസബിനോ നബിക്കോ ഒന്നും അതുകൊണ്ട് ഒരു കോട്ടം സംഭവിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവും അവന്റെ റസൂലും മുഅ്മിനാക്കാത്ത ആളുകളെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കണഞ്ഞ് പരിശ്രമിച്ച് മുഅ്മിനാക്കാൻ നിൽക്കുന്നത്? പ്രമാണത്തിൽ നിന്നാ പോലെ. പ്രമാണത്തിൽ നിൽക്കുക ഹാരിസ്മാനെ, നമുക്ക് ഇസ്ലാമിൽ നിൽക്ക്. നിങ്ങൾ എന്നിട്ട് ഇസ്ലാം പച്ചക്ക് പറയേ. നിങ്ങൾ ഇങ്ങനെ വഴിക്കൽ വടികുത്തുമ്പോഴല്ലേ നമുക്ക് ഈ പണി. ഇപ്പൊ അത് കൃത്യമായിട്ട് റഫീഖ് സലഫി ഇസ്ലാം പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് വല്ല പണിയുണ്ടോ? ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കുക. ഞങ്ങൾക്കിത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളം ചേർക്കാതെ പറ. അപ്പല്ലേ നമ്മൾ പറയണത് എന്താണെന്ന് ആൾക്കാർക്ക് വേഗം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ഇല്ലാത്ത ഛേദം സ്വന്തം വാപ്പിയമ്മി നരകത്തിലോ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് വിചാരിക്കുമ്പോഴും സ്വർഗത്തിലെ ഹൂറിമാരെ സ്വപ്നം കാണുകയും അത് സന്തത സഹചാരികൾക്ക് വാഗ്ദാനം കൊടുക്കുകയും പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പമ്മയും അവർ നരകത്തിലായിരിക്കും എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്ന ആദർശം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തതിൽ പരം ഒരു പാപമൊന്നും ആമിന എന്ന് പറയുന്ന സ്ത്രീ ചെയ്യാനില്ല. അതുകൊണ്ട് അവരർഹിക്കുന്നത് നരകം തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തായാലും ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറയിച്ചത് ഹാരിസ് മദനി റഫീഖ് സലഫിയും തമ്മിലുള്ള തല്ലാണ്. ഈ തല്ല് സമയം പോലെ വിശ്വാസികൾ അവരവരുടെ സമയം പോലെ ഒഴിഞ്ഞു കാണുക. ഞാൻ ഇതിനകത്ത് കൂടുതൽ കമന്റ് ഇടയിൽ പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിലാണ് തീർക്കുന്നത്. ഈ തല്ല് ഇന്നും നാളെയും തീരാൻ പോകുന്നതല്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബിയുടെ കാലം തൊട്ട് തുടങ്ങിയതാണ്, തീരാൻ പോകുന്നില്ല. ലോകത്ത് അവസാനത്തെ 2 മുസ്ലിം ആകുമ്പോൾ അവർ പരസ്പരം തല്ലൂടും. ഒറ്റ മുസ്ലിം ആയാൽ അവന്റെ കയ്യും കാലും തമ്മിൽ തല്ലും. ഇതാണ്
ഇസ്ലാം എന്ന് പറയുന്ന ആ ആശയത്തിന്റെ അതതിന്റെ ജനിതകത്തിലുള്ള പ്രശ്നമാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ ഹാരിസ് മദനി ഇനി റഫീഖ് സലഫിക്ക് മറുപടിയുമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അഭിപ്രായം പറയാം.